അപ്പൊ നമ്മള് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. കോംപ്ലക്സ് നമ്പറിൽ ഒത്തിരി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇനി 2 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും എന്ന് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളുടെ ചിന്താഗതിയിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? ആ കോംപ്ലക്സ് നമ്പേഴ്സിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പറയുന്നുണ്ട്? ആദ്യത്തെ ചോദ്യം അശ്വന്തിനോടാണ്. അശ്വന്ത് വേണു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഒരു നമ്പറിനെ a+ib ഫോമിൽ എഴുതണം. ഞാൻ പറയട്ടെ. എന്റെ ചോദ്യം കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് ഉള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ. കോംപ്ലക്സ് നമ്പർ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, പ്യുവർലി റിയൽ, പ്യുവർലി ഇമാജിനറി, മൊത്തം പറക്കാം. കോംപ്ലക്സ് നമ്പറിനെ a+ib ഫോമിലാണ് എഴുതാ. z=a+ib. a ഒരു റിയൽ പാർട്ടാണ്, ib ഒരു ഇമാജിനറി പാർട്ടാണ്. അത് റൂട്ട് നെഗറ്റീവ് വരുമ്പോ അതിനെ കൺവേർട്ട് ചെയ്യാനാണ് ib യൂസ് ചെയ്യുക. നെഗറ്റീവ് വരുമ്പോ അതാണ് i ആയിട്ട് യൂസ് ചെയ്യും. അതിന് പവേഴ്സ് ഉണ്ട്. മോൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ആ മറുപടിയിൽ നിന്നും ഞാൻ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ലാക്ക് ഓഫ് പ്രാക്ടീസ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ഓർമ്മയിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ ഒന്നും ആ നോട്ട്ബുക്ക് തുറന്നിട്ടില്ലല്ലോ? തുറന്നു. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ടിംഗ് വായിച്ചില്ല. അതെനിക്കറിയാം, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ഈ +1 ക്ലാസ് ആരംഭിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ തലേ ദിവസം പഠിച്ചത് പഠിച്ചോളൂ, അതിന് മുമ്പത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മറന്നു നോക്കണം. അപ്പൊ നമുക്ക് എപ്പോ ചോദിച്ചാലും ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മ എപ്പോ ചോദിച്ചാലും ആ ആൻസർ പറയുന്നതിന് ഒരു ഭംഗിയുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ചോദിച്ചത് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനാണ്. അപ്പൊ നമ്മൾ പറയേണ്ടത് ജനറൽ ഫോം. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഭംഗിയായി പറയാനായിട്ട് പറ്റും. ജനറൽ ഫോം z=a+ib. എക്സാമ്പിൾ z=2 - 3i, z=2 + 4i. Real part is usually denoted by Re of z. That is, Re of z = a. Im of z = b. For example, z=2 - 3i. Real part of z = 2, Im of z = -3. ഇങ്ങനെ പറയാനാണ് ഞാൻ പറയുന്നത്. മോന് മനസ്സിലായോ? യെസ് സർ. മോൻ പറയുന്നത് തെറ്റല്ല, ശരി തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഇമാജിനറി പാർട്ടിന്റെ അവിടെ ഒരു ചെറിയ വിക്കലുകളൊക്കെ വന്നു. അത് -1 ആണ്, ഒക്കെ ശരിയാണ്, ഒരു തെറ്റുമില്ല, ഫുൾ മാർക്ക് കേട്ടാ. പക്ഷെ ആ സ്പീഡും താളമൊക്കെ ഞാൻ മോനിൽ നിന്നും ആഗ്രഹിക്കുന്നു. ക്ലിയർ? ഓക്കെ സർ. അവന്തിക സുമോദ്. അവന്തിക? യെസ് സർ. യെസ്. അവന്തിക സുമോദ് പവർ ഓഫ് ഐനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കും. പവർ ഓഫ് ഐനെ കുറിച്ച്. റൂട്ട് നെഗറ്റീവ് വരുമ്പോ ഐ യൂസ് ചെയ്യും. ഐക്ക് പവേഴ്സ് ഉണ്ട്. ഐന്റെ പവർ √-1 വരും, i² 1 വരും, i³ എന്ത് വരും? i² അവന്തിക. യെസ് സർ. i² 1 വരും. ഇവിടെയും ലാക്ക് ഓഫ് പ്രാക്ടീസ്. അവന്തിക, റിയലി സോറി. ഒരു 25 ടൈംസ് i² ഉത്തരം അവന്തിക എഴുതണം. കാരണം റിയലി സോറി, i² എന്ന് പറയുന്നത് 1 ആണോ എന്ന് ആ നോട്ട്ബുക്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വേഗം. ഐഷ സംസാരിക്കാം.
കുറച്ച് നാളുകൾക്ക് മുമ്പ് -i റൂട്ടിൽ വരുമ്പോൾ വാല്യൂ ഉണ്ടായിരുന്നില്ല. WR ഹാമിൽട്ടൺ അതിന് ആൻസൈറ്റ് വന്നു. ഹാമിൽട്ടണിലേക്കൊക്കെ എത്തി. വളരെ സന്തോഷം. അന്ന് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ WR ഹാമിൽട്ടൺ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് വല്ല പിടിയുണ്ടോ? 18th century. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശരി. ചിന്മയി, ഐസ്കോറിന്റെ റീഡിങ് -1. അവന്തിക സുമോദ്, എന്താണ് ഐസ്കോറിന്റെ റീഡിങ്? തെറ്റുപറ്റിയ മോൾക്ക് തെറ്റാൻ പാടില്ലാത്ത ആളായിരുന്നല്ലോ. എന്താ പറ്റിയ തെറ്റ് അവന്തിക? പെട്ടെന്ന് തെറ്റാൻ പാടില്ല. അതാണ്. ഓക്കെ, then അഫീഫ് എഴുതിക്കോളൂ. സോറി ട്ടാ. അൽ അഫീഫ് IQ equal to അൽ അഫീഫ് -i. അഭിനവ് പറഞ്ഞോളൂ. I raised to 4. സർ ക്ലിയർ ആയില്ല. I raised to 4 is equal to 1. Very good. Pavitra KP, are you ready? Pavitra? Sir. പവിത്ര, മോളെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അത് എത്ര രീതിയിൽ ചെയ്യാം, എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ അതുകൊണ്ട് നമുക്ക് ഗുണകരം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് സംഭവം ഒന്ന് പറയാം. Z inverse equal to Z conjugate by modulus Z square. അത് 2 or Z conjugate or Z bar എന്ന് പറഞ്ഞാലും ശരിയായ ഉത്തരം. Z bar എന്ന് പറഞ്ഞാൽ ശരിയായ കുഴപ്പമില്ല. Z conjugate. Okay, it's okay, no problem. അല്ലെങ്കിൽ വേറെ ഏത് മെത്തേഡ് എന്നാണ് പറഞ്ഞത്? വേറെ ഏതൊരു മെത്തേഡ് കൂടി ഇല്ല നമ്മൾ? Z equal to Z equal to 1 by Z. എന്താ മോളെ? Z bar equal to അല്ല, അതിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞാണ് ഞാൻ ഇല്ലേ? ശരിയാണ്, ഡയറക്റ്റ് മെത്തേഡ് അല്ലെ? ഡിറക്റ്റ് മെത്തേഡ്. ആ ഡിറക്റ്റ് മെത്തേഡില് എങ്ങനെയായിരിക്കും ചെയ്യാ എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഡിറക്റ്റ് മെത്തേഡ് ഒന്നുകൂടെ പറയൂ. ആ ഡിറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാ എന്ന് മനസ്സിനകത്ത് നിന്ന് പറയുക. ചോദ്യം കിട്ടിയാ? ഡിറക്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിനകത്തുനിന്ന് പറയണം. മനസ്സിനകത്തുനിന്നോ തലേന്നോ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ. 1 by 2 minus 3. അല്ല, ഞാൻ എക്സാമ്പിൾ പറയാനല്ല പറയുന്നത്. ഞാൻ ചുമ്മാ ചോദിക്കുന്ന കേട്ടോ. നിങ്ങൾ പറയുന്നതൊക്കെ ഇപ്പം പവിത്ര പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഈ ഡെപ്ത്, ആധികാരികത എന്ന് പറയുന്നത് മലയാളത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുക. ഒരു എക്സാമ്പിൾ പറയാതെ ഡിറക്റ്റ് മെത്തേഡ് വരികയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, അത്രയും കിട്ടിയാൽ മതി. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്താൽ മതി എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. പവിത്ര, Z inverse equal 1 by Z വച്ചിട്ട് പറഞ്ഞോളൂ. ചെയ്താൽ മതി. അനുലക്ഷ്മി മണികണ്ഠൻ, എന്താണ് ഈ ഞാൻ നേരത്തെ ചോദിച്ചതിനെ കുറിച്ച് മറ്റൊരു രീതിയിലുള്ള ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് പറയും. അനുലക്ഷ്മി പറഞ്ഞോളൂ. equation Z inverse equal to Z bar by modulus Z square. പറഞ്ഞു പോയി, പവിത്ര പറഞ്ഞു. ഫോർമുല ഇറ്റ് ഈസ് എ ഫോർമുല, കറക്റ്റ് ആണ്. എന്റെ ചോദ്യം ഡിറക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് മാത്രമാണ്. അനുലക്ഷ്മി, ഡിറക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യും? കുഴപ്പമില്ല. നിങ്ങളിപ്പോ അനുലക്ഷ്മി ആയാലും ഇപ്പോ പവിത്ര ആയാലും മറ്റു കുട്ടികളായാലും ഒരാളോടുകൂടി ചോദിച്ചിട്ട് ഞാൻ ഇതിനെ കുറിച്ച് മോനെ ഡിറക്റ്റ് മെത്തേഡ്. ഓക്കെ. പൗർണമി,
ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ 1/z വെച്ച് ചെയ്യാ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതിയോ? എക്സാമ്പിൾ വേണ്ട. നമ്മൾ നാട്ടുഭാഷയിൽ പറയുമ്പോൾ കേട്ടോ ബസ് ഇങ്ങനെ റൂട്ടിൽ ഇങ്ങനെ അപ്പൊ എന്നോട് ക്ലിയർ ആവണില്ല. ചോദിക്കുന്നു മോനെ എവിടേക്കാ പോണേ? കേൾക്കണ്ട? പൗർണമി ക്ലിയർ ആവണില്ല, ഇടയ്ക്ക് കട്ടായി പോണു. ഇപ്പോഴോ? ആ ഇപ്പൊ കേക്കാം. ഓക്കെ ഓക്കെ. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, എനിക്ക് ചെറുതായിട്ടൊരു ചെവി വേദന ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതാണ് മാക്സിമം. ഓക്കെ റെഡി. ഒന്നും കൂടി ഞാൻ മറ്റൊരു കുട്ടിയിലേക്ക് വരാം. അനഘ PS. ആ പറഞ്ഞോ. അതെ അത് ലാപ്ടോപ്പില് ഓക്കെ വോയിസ് ഇട്ടാ വോയിസ് കുറച്ചിട്ടാലും മതി. അനഘ PS ഒന്ന് പറഞ്ഞോ. അനഘ PS. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ മോളെ. ഞാൻ ആ ലാപ്ടോപ്പിലൊന്ന് സജ്ജീകരണം ചെയ്തപ്പോ ഉണ്ടായത്. അനഘ PS പറഞ്ഞോളൂ. എന്റെ ചോദ്യം ഡിറക്റ്റ് മെത്തേഡിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞോ. ഓക്കെ നിങ്ങൾ എല്ലാവരും ഒരേ കാര്യത്തിലാണ് പറയുന്നത്. അശ്വന്ത് പറയാൻ പറ്റുമോ? ഡിറക്റ്റ് മെത്തേഡ് എങ്ങനെ അവതരിപ്പിക്കാം എന്നല്ല, എങ്ങനെ സംസാരിക്കാം? എക്സാമ്പിൾ എനിക്ക് വേണ്ട, എക്സാമ്പിൾ വേണ്ട. പറഞ്ഞോ, പറയടാ. എക്സാമ്പിൾ ഇല്ല. ഓക്കെ എക്സാമ്പിൾ ഇല്ലാതെ. പുതിയ ആള് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ കേട്ടോ, കാരണം പെട്ടെന്ന് ചാപ്റ്ററിലേക്ക് നമുക്ക് കയറുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും, പക്ഷെ മനസ്സിലാവും. അത് ആദ്യം മുതൽ കാണാനുള്ള സംവിധാനം നമുക്ക് റെഡിയാക്കാം. അർജുൻ എനി ഐഡിയ? എനി ഐഡിയ? അരുണിമ? Z inverse equal to 1/z and Z ന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലടിയിൽ ഇൻഡു ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ കാര്യം ഒക്കെ ശരിയാണ്, നിങ്ങളും പറഞ്ഞൊക്കെ ശരിയാണ്. അപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർമുല മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Z inverse equal to Z bar by modulus Z square. Z bar by modulus Z square. Z bar by modulus Z square. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് നമുക്ക് പറയാം ഡിറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഈ ഡിറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ Z ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്യാം. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. അപ്പൊ Z ഇൻവേഴ്സ് 1/z, പിന്നെ പറയുന്നില്ല, 1/z എന്ന് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടുമായിരിക്കാം, പക്ഷെ എന്റെ ചോദ്യത്തിന് ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആൻസറുമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിലല്ല പറഞ്ഞത്, 1/z എല്ലാവരും നിർത്തിയത്. അപ്പൊ ഒരു എക്സാമ്പിൾ അല്ല പറയേണ്ടത്, ജനറലൈസ് ചെയ്ത് സംസാരിക്കണം. ചോദിക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കണം. അതായത് ഏത് കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിലും ഡിറക്റ്റ് മെത്തേഡിൽ Z ഇൻവേഴ്സ് ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്, ടേക്കിംഗ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോ ആൻസർ വരികയും ഡിനോമിനേറ്റർ a+b ഇൻറ്റു a-b ഷേപ്പിലായിരിക്കും എടുക്കുക എന്നുള്ള ബോധം കൂടി നമുക്ക് ഉണ്ടാവണം. അപ്പൊ എപ്പോ ചോദിച്ചാലും ഒരു കാര്യത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനായിട്ടുള്ള
അറിവ് നേടാം. അങ്ങനെ മാത്സ് പഠിച്ചാൽ മാത്രമേ ഹയർ ക്ലാസ്സുകളിൽ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്ഷൻ ഇല്ലാതെ ഈ ബ്ലോക്ക് കിട്ടും. ബ്ലോക്ക് കിട്ടാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് പരീക്ഷ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടോ എന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവും. മാത്തമാറ്റിക്സ് ആകുമ്പോൾ ഒരു 8 സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ 3 സ്റ്റെപ്പിൽ ഈ സംഭവം ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കുറെ നേരം നിൽക്കും. പിന്നെ ആരെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ചില പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാത്സ് ചെയ്യാൻ പറ്റുന്നില്ല, മാത്തമാറ്റിക്സ് എനിക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലിരിക്കുമ്പോൾ സുഖമായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ചെയ്യാൻ പറ്റും. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അണ്ടർ പ്രഷറിൽ നമുക്ക് ഈ മാത്സ് പഠിക്കാൻ പറ്റില്ല. പ്രഷറായി 2 കണക്ക് കിട്ടുന്നില്ല, ടെൻഷനായി, പിന്നെ തുടർന്നൊക്കെ പോകും, പിന്നെ എക്സാമിനേഷൻ തുടർന്നൊക്കെ പോകും. അപ്പോ ഇത്തരത്തിലുള്ള ആധികാരികതയുണ്ട്. ഇപ്പോ സ്കൂളിലേക്ക് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോവാണ്, ഒരു ഹയർ സെക്കൻഡറിയുടെ എക്സാമിനേഷന് നമ്മൾ പോവാണെന്ന് കരുതുക. അപ്പൊ ഞാനാണ് പോവാണ് ഹയർ സെക്കൻഡറി കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന ഒരു +1 വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ ഇപ്പോ മാർച്ച് 2021 നടക്കുന്ന പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പോ നന്നായി പഠിക്കുന്ന ഒരാളാണ് ചുമ്മാ കരുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്റെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ വേണ്ടി നമ്മൾ ഈ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് അപ്പാടെ ചിത്രത്തിൽ നിന്ന് മാറ്റണം. മാത്തമാറ്റിക്സിന്റെ കാര്യമാണ് പറയുന്നത്, എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് ക്ലാസ്സിലേക്ക് കിടക്കും. പക്ഷെ ഇത് പറയാതെ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴായാലും വീട്ടിലിരിക്കുന്ന സമയമായാലും ഓരോ ചാപ്റ്ററുകളും സെറ്റ്സ് കഴിഞ്ഞു ആ സെറ്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം, മനസ്സിൽ എപ്പോഴും സംസാരിക്കണം. എല്ലാ ദിവസവും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയണം. സെറ്റ്സ് കഴിഞ്ഞു അതിന്റെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, സെറ്റ് എന്താണെന്ന് പറഞ്ഞ് റോസ്റ്റർ ഫോം, ഇതൊക്കെ ഇങ്ങനെ മിന്നായം പോലെ പോവാണ്. റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, പിന്നെന്താ പഠിച്ചാണ് റോസ്റ്റർ ഫോം പഠിച്ചു, സെറ്റ് ബിൽഡർ ഫോം പഠിച്ചു, ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ്, വെൻ ഡയഗ്രാം. അപ്പൊ അത് പോയി കഴിഞ്ഞു. അപ്പൊ നമ്മൾ റെഡിയായി. ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇത് കഴിയാനായിട്ട്. പിന്നെ ഇപ്പൊ കോംപ്ലക്സ് നമ്പർ, ജനറൽ ഫോം, ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പർ, പവർ ഓഫ് ഐഡ ഫോം, എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് a plus ib, express in the form of a plus ib, multiplicative inverse, polar form, quadratic. അപ്പൊ അതൊക്കെ ഇങ്ങനെ വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു, ട്രിഗണോമെട്രി. അപ്പൊ ഇങ്ങനെ എല്ലാ ചാപ്റ്ററുകളും കോണിക് സെക്ഷൻ, സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, എക്സെൻട്രിസിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ലാറ്റിസ് വെക്റ്റം, അപ്പൊ എല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ആ സ്കൂളിന്റെ ഗേറ്റ് കിടക്കണേക്കാളും മുമ്പ് നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ മനസ്സിൽ വരുന്ന കുട്ടികളാണ് ഈ പെട്ടെന്ന് എഴുതി തീരുകയും ഈ സംഭവം വളരെ ഈസി ആയിട്ട് എടുക്കുകയും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടുക. ഒരു സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിലെല്ലാ കാര്യവും സബ്ജക്ട് ഡെപ്ത് ഉണ്ടാവുന്നത് വഴി എൻട്രൻസ് എക്സാമിനേഷന് നല്ല മാർക്കിലേക്ക് എത്തണം. എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഡെപ്തിലാണ് കാര്യം. ഡെപ്ത് സബ്ജക്ട് ഡെപ്ത്. അല്ലാതെ നമുക്ക് +1 +2 പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിൽ 100ൽ 100 കിട്ടി, ആ കുട്ടിക്ക് 120 ചോദ്യം കൊടുത്താൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഡെപ്ത്, ഈ സംഭവം ആഴത്തിലല്ല കിടക്കുന്നത്. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ പുതിയ കുട്ടികളാണ്, പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് പറയുന്ന രീതി, ഇത്രയും നാൾ പഠിച്ചു കോംപ്ലക്സ് നമ്പർ, അതിനെക്കുറിച്ച് രാത്രി കിടക്കണേക്കാൾ മുമ്പോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് മനസ്സിൽ നിന്ന് പറയാൻ പറ്റണം, മനസ്സിനകത്തുനിന്ന് പറയണം. അങ്ങനെ അകത്തുനിന്ന് പറഞ്ഞ് നിങ്ങൾ ശീലിക്കാം. ഞാൻ ഒരുപാട് സമയം കളയുന്നില്ല, പ്രോബ്ലത്തിലേക്ക് കിടക്കാണ്. അവന്തിക സുമൂത് പവർ ഓഫ് ഐ ഒക്കെ ഇപ്പൊ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാർന്നോ? അവന്തിക ഗ്യാപ്പിൽ എന്നോട് എഴുതി കഴിഞ്ഞത് പറഞ്ഞോ ഈ കഴിഞ്ഞൊക്കെ മുമ്പ്? ഓക്കെ മോളെ? ഓക്കെ. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ചാണ് ഇനി സംസാരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകട്ടോ. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് ആധികാരികത വേണ്ട കുട്ടി എന്ന് പറയുന്നത്, സംസാരിക്കേണ്ട ആൾ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാം, ആലിയ എന്ന് പറഞ്ഞ ഐഷ തന്നെയാണ്. ഐഷ, ഇനി ഐഷ എന്നുള്ള പേര് തന്നെ വെച്ചോളൂ, ആലിയ എന്ന് വേണ്ട കേട്ടോ. ഐഷ പേര് തന്നെ വെച്ചോളൂ. അർജുൻ സംസാരിക്കാം. അർജുൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതല്ലേ? അർജുൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായതാണ് അർജുൻ. പറഞ്ഞോ മോനെ അർജുൻ, പറഞ്ഞോളൂ ക്വാഡ്രാറ്റിക്. അർജുൻ പറഞ്ഞോളൂ. ഓക്കെ അർജുൻ പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ ഓൺ ആക്കിയോ? അർജുൻ പറഞ്ഞ മോനെ വീഡിയോ ഓൺ ആക്കിക്കോ. കണ്ട സ്ക്രീനിൽ നിങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും സ്ക്രീനിലുണ്ട്. അപ്പോ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് സ്ക്രീനിൽ എല്ലാവരും ഉണ്ട് അല്ലെ? ഹസ്നാൻവർ, കൃഷ്ണ പ്രദീപ്, ജയശങ്കർ, സന ഒക്കെ വീഡിയോ ഓൺ ആക്കി. അരുണിമ, ഞാനിന്ന് ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ച് വന്ന ആളല്ല, പക്ഷെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. പറഞ്ഞോളൂ അർജുൻ.
പാർത്ഥൻ അല്ല പാർത്ഥനിലേക്ക് പോവാം. പാർത്ഥൻ Sir, പറഞ്ഞോളൂ. പാർത്ഥൻ quadratic equation is in the form a square plus bh plus c, where a, b, c are real coefficients and a not equal to 0. ഓക്കെ ബാക്കി പോരട്ടെ ബാക്കി പറഞ്ഞോളൂ. സാറിന് ഡിസ്ക്രിമിനന്റ് പറയണോ? എന്താ പറയാ? ഡിസ്ക്രിമിനന്റ് പറഞ്ഞോ. ഡിസ്ക്രിമിനന്റ് പോകും പറയണ്ട, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഡിസ്ക്രിമിനന്റിനെ കുറിച്ച് ഹരിത രതീഷ്. ഹരിത. ഓക്കെ. Then റിസാന റിയാസ്. ഡിസ്ക്രിമിനന്റിനെ കുറിച്ച് ഒന്ന് പറയാമോ? b square minus 4ac is always negative. Okay, good. Ital Pradeep. What is the formula? Clear അല്ല. റൂട്ട്സ് കാണാനുള്ള ഫോർമുല പറയൂ. x equal negative b plus or minus root b square minus 4ac. Okay, good. Okay. അപ്പോ ശ്രദ്ധിക്കാം. ജിസ്മി ഇതുവരെ കേട്ടില്ലേ? കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? ചോദ്യം ചോദിച്ചില്ല. ജിസ്മിക്ക് എല്ലാം അറിയാവുന്നതാണ് കരുതുന്നത്. മനസ്സിലായി? ജിസ്മിക്ക് അറിയാമെന്ന് കരുതുന്നു. ചിന്മയി ഓക്കെ കേട്ടു. ശിവാനി ന്യൂ സ്റ്റുഡന്റ് ആണോ? ശിവാനി. ഓക്കെ. ഐഷ ഓക്കെ അല്ലേ? ഇതുവരെ കേട്ടവരെല്ലാം കേട്ടു. പവിത്ര, ദേവിക, വിനോജ്, അശ്വന്ത്, ഭദ്ര, PB. പുതിയ മോളുടെ പേര് ഒരിക്കൽ കൂടി പറയാമോ? പുതിയ ആളുടെ പേര് സലീം എന്ന് പറഞ്ഞ ഐഡിയ വന്നിരിക്കുന്ന ഒന്നുകൂടി പറയും. മോളുടെ പേര് മനസ്സിൽ ഉറപ്പിക്കാനാണ്. സജില ഫാത്തിമ. ഒരിക്കൽ കൂടി. സജില ഫാത്തിമ. ഓക്കെ. ഇനി ചോദിക്കില്ല കേട്ടോ, പേര് റെഡിയായി കഴിഞ്ഞു. സജില. അപ്പൊ മോളൊന്ന് ടോപ്പിക് ആദ്യത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് ഇപ്പൊ മോള് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ 2 ചോദ്യങ്ങൾ മോൾക്ക് മനസ്സിലാവില്ല. അപ്പൊ മോളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം അടുത്ത ടോപ്പിക്കിലേക്ക്. അഭിനവേയം, വസുദേവേയം, അക്ഷയ്, കൃഷ്ണ പ്രദീപ്. കൃഷ്ണ, ഞാൻ ചോദ്യമൊന്നും ചോദിച്ചില്ല അല്ലെ? കൃഷ്ണയുടെ അടുത്ത് ചോദിക്കാം കേട്ടോ, അടുത്ത ദിവസം ചോദിക്കാം. ഓക്കെ. അസ്ന, സന, എസ്, പാർത്ഥൻ, ആദിലേവ്, TJ ചോദ്യം ചോദിച്ചിട്ടില്ല, അടുത്ത ദിവസം ചോദിക്കാം. ഹരിത, അഫ്രീൻ, ലക്ഷ്മി, പൗർണമി, മിൻഹ ഓക്കെ അല്ലേ? മിൻഹ നോട്ട്സ് നമുക്ക് മിൻഹ കോംപ്ലക്സ് നമ്പറിന്റെ തുടക്കമൊന്നും ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മിൻഹയ്ക്ക് അത് കാണാനുള്ള അവസരം റെഡിയാക്കി തരാം കേട്ടോ. ഓക്കെ. ആദിത്യൻ മോൻ കോംപ്ലക്സ് നമ്പർ ആദ്യ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. അരുണിമ KS, വിവേക് VS, അനഘ PS, ഭദ്ര PB, മണികണ്ഠൻ, അവന്തിക, സുമോദ്, ഇത്താൽ പ്രദീപ്. ഓക്കെ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് മടങ്ങി വരാം. ശ്രദ്ധിക്കാം. പ്രോബ്ലത്തിലേക്ക് പോവാം നമുക്ക്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കോംപ്ലക്സ് നമ്പറിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ 2 ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ആൻസർ മറ്റു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ എഴുതിക്കോളൂ, നോട്ട് ബുക്കിൽ എഴുതി വെക്കുക ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. കാരണം ഈ ടിപ്പിക്കൽ ക്വസ്റ്റ്യന് വളരെയധികം അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. സോൾവ് x square plus x. സോൾവ് x square plus x plus 1/√2e. ഇതൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ശ്രമിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസർ? 5 മിനിറ്റ് എല്ലാവരും ഒന്ന് തന്നെ ചെയ്യാനായിട്ട്. സജില, ഫാത്തിമ മാത്രം ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ കേട്ടോ. പോണേ ഒന്ന് കൂളായിട്ട് ഇരുന്നോളൂ കേട്ടോ, ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ. മറ്റുള്ളവരൊന്നും ചെയ്തോളൂ. വീഡിയോ മക്കളൊന്നും ഓണാക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ പറയാൻ ഇട വരുത്തരുത്. കാരണം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അഫ്രീൻ തുടങ്ങിയിട്ടില്ലല്ലോ മോളെ? അഫ്രീൻ തുടങ്ങ് തന്നെ ചെയ്യാൻ നോക്കൂ. അഫ്രീൻ തന്നെ ചെയ്യണം. ഐഷ ആൻസർ ആയ? ഐഷ റിലാക്സ് ചെയ്ത് കൂളായിട്ടിരിക്കാനുള്ള ഐഷ ആൻസർ ആയ? ഐഷ എന്താ ഇപ്പയാവും. പവിത്ര KP മോളെ കഴിഞ്ഞ? പവിത്ര ചെയ്തുകൊണ്ടിരിക്കുക.
ആദിദേവ് TJ, ആദിത്യൻ, മിൻഹ ആൻസർ ആയോ മോളെ? മിൻഹ ഇല്ല സർ, ഞാൻ ചെയ്യും. ഞാൻ മിണ്ടാതിരിക്കാം. രണ്ടുപേർക്ക് ഞാൻ ശരിയായില്ല. ഞാൻ ശബ്ദമായിട്ട് വീഡിയോ ഓണാക്കിയ മക്കളെ. കൃഷ്ണ പ്രദീപ്, ഹസ്ന, സന, പാർത്ഥൻ, അർജുൻ, ആദിത്യൻ. എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്യണേ? അൽ അഫീഫ് കഴിഞ്ഞോ കുട്ടാ? കഴിഞ്ഞോ? ഇല്ല സർ. ശ്രമിക്കാം സർ. ആൻസർ പറയട്ടെ? ആൻസറില് പറഞ്ഞോളൂ മോളെ. ആൻസറില് -√2 +/- 2 - 4√2/2 √2. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോ -√2 + 1 - 2√2/√2. ഓക്കെ, ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം കേട്ടോ. ശരിയാണോ എന്ന് നമുക്ക് നോക്കാലോ. ഓക്കെ, സന്തോഷം. സന്തോഷം. പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞതിൽ വളരെ സന്തോഷം. ആൻസറിലേക്ക് കടക്കാം. വീഡിയോ ഓൺ ആക്കുന്നില്ല പലരും. ഇനി ഞാൻ പറയില്ല. കുറച്ചു പേര് വീഡിയോ ഓൺ ആക്കണ്ട, ഇവിടെ കാണാൻ സാധിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ഓൺ ആക്കൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. പ്രോബ്ലത്തിലേക്ക് വീണ്ടും കിടക്കാണ്. ശ്രദ്ധിക്കാം. ഇതായിരുന്നു നമ്മളുടെ ചോദ്യം. ഒരു സ്പെഷ്യൽ പ്രോബ്ലവും ഒത്തിരി കുട്ടികൾക്ക് എക്സാമിനേഷന് തെറ്റുപറ്റിയും ഇതും പറ്റിയ ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് എക്സാം, CBSE ബോർഡ് എക്സാം ഒക്കെ വന്ന ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെയധികം പ്രാധാന്യം നൽകിയിട്ട് നോട്ട്ബുക്കിൽ ഒരു സ്റ്റാർ ഇട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്ന കണക്ക് പല രീതികളിലൂടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. പല രീതികളിലൂടെ ആദ്യം ആ കുട്ടികൾ √2 ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. 1/√2 വന്ന് നിൽക്കുമ്പോ ഒരു ഫ്രാക്ഷൻ വന്ന് നിൽക്കാണ് അല്ലെ. ഒരു ഫ്രാക്ഷൻ വന്ന് നിൽക്കുമ്പോ ആ ഫ്രാക്ഷന് വേണമെങ്കിൽ മാറ്റി പിടിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തു. √2x² + √2x + 1/√2 = 0. ഈ √2 ഇങ്ങോട്ട് കയറി വന്നു. √2x² + √2x + 1 = 0. Here a = √2, b = a = √2, b = √2, c = 1. a = √2, b = √2, c = 1. ഞാൻ എന്താ ചെയ്ത? എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ √2 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. √2 x = നിങ്ങൾ ഫോർമുല എഴുതും. ഞാൻ വലിയ കുട്ടിയായ കാരണം ഞാൻ ഫോർമുല എഴുതുന്നില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ഫോർമുല എഴുതണം. x = -b ± √(b² - 4ac/2a) എന്ന് എക്സാമിനേഷനും നോട്ട്ബുക്കിലും നിങ്ങൾ എഴുതാം. ഞാൻ എഴുതുന്നില്ല. -b -√2 ± b² - 2 ± b = -√2 ± √(b²) എന്നാണ്. b² - 4ac/2a എന്നാണ് വരുന്നത്. b² എന്ന് പറയുമ്പോൾ √2² - 4ac 4 × √2 / 2a 2√2 /2√2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യാൻ എന്ന് നോക്കാം. ഇതുവരെ ഓക്കെ അല്ലേ? എല്ലാവരും ഇതുവരെ എഴുതിയിട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ വരെ എഴുതിയില്ല. -b ± √(b²) - 4ac/2a എന്നാണ് വരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് x = -2 ± √2² 2 ആണ്. 2 - 4√2 2 - 4√2 /2√2 ചില കുട്ടികൾ ഇവിടം വരെ എഴുതിയിട്ട് ഇട്ടിട്ട് പോകും. അവർക്ക് പകുതി മാർക്കേ കിട്ടുള്ളൂ. കാരണം നമ്മളുടെ ശരിയായ ഉദ്ദേശം ഐയുടെ ഫോമാറ്റിൽ എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ അത്യന്താപേക്ഷിതമായ കാര്യം. ഐയുടെ ഫോമിലേക്ക് ഇത് വന്നിട്ടില്ല. അപ്പോ ഐയുടെ ഫോമിലേക്ക് ആക്കണം. -2 ± ഈ 2 - 4 ഞാൻ 2 അങ്ങ് ഔട്ട്സൈഡിലേക്ക് എടുത്തപ്പോ 1 - 2√2 /2√2. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നോക്കി -√2 ആണ്. ഇവിടെ -√2 ആണ് അല്ലെ. -√2 ആണ് അവിടെ വന്നിരിക്കുന്നത്. -√2 -b എന്ന് പറയുമ്പോൾ -√2 ±, ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ √2 × √1 - 2√2 /2√2. കോമൺ ആയിട്ട് √2 ഉണ്ട്. √2 ഔട്ട്സൈഡ് നിൽക്കുന്നത്.
√2 outside. അപ്പൊ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 2i 1 മൈനസ് 2 √2 1 മൈനസ് 2 √2 ഡിവൈഡ് ബൈ √2 ഔട്ട്സൈഡ് വന്നു -1 പ്ലസ് ഓർ മൈനസ് √2 പുറത്തേക്ക് കേട്ടാ -1 പ്ലസ് ഓർ മൈനസ് 1 മൈനസ് 2 √2 ബൈ √2 ക്യാൻസൽ ആയി. അപ്പോഴും നമ്മളുടെ ഉത്തരത്തിലേക്ക് വന്നില്ല. ഇവിടെ ഐ ഇല്ല. ഐയിലേക്ക് നമുക്ക് ആക്കണം. ഐയിലേക്ക് ആക്കുമ്പോ എങ്ങനെ ആൻസർ വരികയെന്ന് വെച്ചാല് ഐയിലേക്ക് വരുമ്പോ x ഈക്വൽ ടു ശ്രദ്ധിക്കട്ടോ, ഈ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്ന സ്റ്റെപ്പ്. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ 1 മൈനസ് 2 √2നെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വെക്കണം. 1 മൈനസ് 2 √2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ 2 √2 -1 പുറത്തൊരു ഐ ചെയ്തു ബൈ 2. അതായത് ഈ കണക്കിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഐ ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ 1 മൈനസ് 2 √2 ആ 1 മൈനസ് 2 √2നെ മാത്രം നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പൊ എന്തായി? ഈ ഐ എന്ന് പറഞ്ഞ ശരിക്കും √-1 ആണ്. √a എന്നാ പഠിച്ചത്. അപ്പൊ അതൊന്നും ചിന്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഈ 1 മൈനസ് 2 √2നെ ഒന്ന് അറേഞ്ച്മെന്റ് ഒന്ന് തെറ്റിക്കാം. 1 മൈനസ് 2 √2 എന്ന് പറഞ്ഞാൽ 2 √2 -1 എന്നാക്കാം. ഇവിടെ മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആക്കാം. പ്ലസ് 1നെ -1 എന്നാക്കാം. 2 √2 -1 ബൈ 2 ഹോൾ ബൈ 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇതിനെ പിടിച്ചു ഒന്ന് മാറ്റിയത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഐയിലേക്ക് എഴുതാൻ വേണ്ടി. ഐയിലേക്ക് എഴുതണം എന്ന് നിർബന്ധമാണ്. ഐയിലേക്ക് എഴുതണം. ഐയുടെ വാല്യൂ √-1 അല്ലേ? അപ്പൊ 1 മൈനസ് 2 √2നെ ഒന്ന് തിരിച്ചു വെക്കുക. 1 മൈനസ് 2 √2 ആ പ്ലസ് 1നെ -1 എന്നും -2 √2നെ പ്ലസ് 2 √2 എന്നും ആക്കാം. എന്നിട്ട് പുറത്തൊരു ഐ ഇട്ട് വെച്ചാൽ നമ്മുടെ ആൻസർ റെഡി. ക്ലിയർ ആണോ പവിത്ര? ഐഷ? അതാണ് പ്രശ്നം. അതെഴുതാനോ? അതെ. x ഈക്വൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഐഷ? -1 പ്ലസ് ഓർ മൈനസ് ഈ വട്ടം വരച്ചു വെച്ചിരിക്കുന്ന ഈ സംഭവം, ആ വട്ടം വരച്ചു വെച്ചിരിക്കുന്ന സംഭവത്തിന്റെ ഓപ്പോസിറ്റ് അങ്ങ് കൊടുക്കാം. എന്നിട്ട് ഔട്ട് സൈഡിൽ ഐ വെച്ച് എഴുതിയാൽ മതി. ഐയുടെ വാല്യൂ √-നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ വീണ്ടും ഇതിലേക്ക് തന്നെ ഉത്തരം കിട്ടും. അപ്പൊ മോള് ചെയ്യേണ്ടത് ഈ വട്ടം വരച്ചു വെച്ചിരിക്കുന്ന ഈ പോർഷനെ 2 √2 -1 ഐ എന്നാക്കാം. ഐ പുറത്തിടണം കേട്ടോ. ഐ പുറത്തിടണം. -1 പ്ലസ് ഓർ മൈനസ് -1 പ്ലസ് ഓർ മൈനസ് 2 √2 -1 ഇൻറ്റു ഐ ബൈ 2. ഐയുടെ വാല്യൂ എന്താണെന്ന് പറഞ്ഞ √-1 അല്ലേ? അത് -1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പഴയ കണക്ക് തന്നെ എത്തും. പറഞ്ഞു മനസ്സിലായോ? അതായത് അറിയാത്ത കുട്ടികള് മനസ്സിലാക്കാൻ ഇയാളെന്ന് പറയുന്നത് -1 പ്ലസ് ഓർ മൈനസ്. ഇനി അത് പോട്ടെ, ഇത്ര മാത്രം ഞാൻ ഒന്നുകൂടി ചെയ്യേണ്ട. 2 √2 -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് ഇത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -1 അതന്നെയല്ലേ നമുക്ക് കിട്ടിയേക്കണേ. 1 മൈനസ് 2 √2 കണ്ട 1 മൈനസ് 2 √2 കിടക്കണണ്ട. കണ്ടോ? മനസ്സിലായോ പൗർണമി? ലാസ്റ്റത്തെ ഒന്നുകൂടെ പറയൂ. പറയാം. പവിത്ര? അവന്തിക? ശ്രദ്ധിക്കുക. ലാസ്റ്റത്തെ ഒന്നും കൂടി പറയാണ്. നിങ്ങള് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു. അശ്വന് ക്ലിയർ ആണ്? അശ്വന് വേണം? സാറേ, ഫസ്റ്റിലെ നമ്മള് ആ ഇക്വേഷനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയില്ലേ, ax² + bx. അപ്പൊ ഞാനേ ഫുൾ അതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്ത്. അപ്പൊ ഇതേ അതന്നെയാ വന്നത്. ഫുൾ ആ ഇക്വേഷനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്ത്. ഞാൻ അങ്ങനെ. നീ എന്തിനാണ് മാത്തമാറ്റിക്സിന്റെ നിയമം തെറ്റിക്കണേ? √2 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ലല്ലോ. √2 കൊണ്ട് ഇൻറ്റു ചെയ്തു ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. √2 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നോക്കിയേ, ഞാൻ ഒന്നുകൂടി പറയാം. അശ്വന്ത് ശ്രദ്ധിച്ചേ. മാത്സിന്റെ ലോജിക്ക് തെറ്റിക്കുന്നതിനാണ്. നോക്കണ x² എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി x² + x / 1/√2 = 0. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മളുടെ ചിന്ത പോകേണ്ടത് ഒന്നുകിൽ a = 1, b = 1, c = 1/√2 എന്നെടുക്കാം. അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട്
നമ്മൾ റൂട്ട് 2 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ സെയിം ആൻസർ വരും. ശരിയാണ്, ശരി ഉത്തരം തന്നെയാണ്. പക്ഷെ ആസ് എ മാത്സ് സ്റ്റുഡന്റ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നല്ലേ, ഇങ്ങനെയാണ് അതിനൊരു ലോ പോണത്. ലോ ഞാൻ ലോയാണ് പറയുന്നത്. നിന്റെ ചിന്ത തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ശരി തന്നെയാണ്. ഓക്കെ, ക്ലിയർ? പക്ഷേ ആ പക്ഷേക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. പക്ഷേ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കൂടി പാസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്താണ് ഒരിക്കൽ കൂടി പറയാം കേട്ടോ. റൂട്ട് 2x² പ്ലസ് റൂട്ട് 2x പ്ലസ് 1 ഹോൾ ബൈ റൂട്ട് 2 ഹോൾ ബൈ റൂട്ട് 2 ഈക്വൽസ് 0. ആ റൂട്ട് 2 ആണ് 0ന്റെ അവിടേക്ക് പോയത്. റൂട്ട് 2x² പ്ലസ് റൂട്ട് 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. ജസ്റ്റ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണ് i കിട്ടുക. അത്രേ ഉള്ളൂ. അപ്പൊ x ഈക്വൽ ടു -b മൈനസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ 2 മൈനസ് 4ac 4 റൂട്ട് 2 ബൈ 2a 2 റൂട്ട് 2. അവിടെ നിന്ന് മൈനസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് 2 പുറത്തേക്ക് എടുത്തപ്പോ 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 റൂട്ട് a ഇൻറ്റു റൂട്ട് b. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തപ്പോ റൂട്ട് 2 പുറത്തേക്ക് പോകും. ഈക്വൽ ടു മൈനസ് റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 റൂട്ട് 2 മൈനസ് റൂട്ട് 2 പുറത്ത് -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് 2 റൂട്ട് 2 1 മൈനസ് 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2 റൂട്ട് 2. ഇങ്ങനെ ചെയ്താൽ നമുക്ക് മാർക്കില്ല. നമുക്ക് i വേണം. ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ i വയ്ക്കാനാ പറയുന്നത്. അപ്പൊ ഈ ഭാഗം നമുക്ക് i വരണമെങ്കിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് എബോ സ്റ്റെപ്പ് ആക്കാം. അതാണ് തിരിക്കാൻ പറയുന്നത്. x ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് ഈ മൈനസിനെ ഞാൻ പോസിറ്റീവ് ആക്കി 2 റൂട്ട് 2 -1 പ്ലസ് 1 -1 ആക്കി ബൈ 2. ഇത്രേ ഉള്ളൂ ഉത്തരം. ഇതിനെ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു i ചേർക്കണം കേട്ടോ. i i എന്ന് പറഞ്ഞ റൂട്ട് -1. ഇതൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇത്ര വലിയ സംഭവമാക്കല്ലേ, വലിയ സംഭവമാക്കേണ്ട കാര്യമില്ല. ഇതിന്റെ വെരിഫിക്കേഷൻ ഒന്ന് നോക്കൂ. 2 റൂട്ട് 2 -1 2 റൂട്ട് 2 -1 i എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? റൂട്ട് -1 ആണ്. ഇവിടെ -1 റൂട്ടിനകത്ത് -1 കൊടുക്കും. ഇതൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നെഗറ്റീവ് +1 ക്വസ്റ്റ്യൻ കിട്ടി. -1 × 2 റൂട്ട് 2 -2 റൂട്ട് 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ ഇങ്ങനെ മാത്രം ചിന്തിക്കാം. ഈ 1 മൈനസ് 2 റൂട്ട് 2നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാം. ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് വരുന്നു. 2 റൂട്ട് 2 +1 വരുമ്പോൾ എന്ത് വരുന്നു? -1 ചേർത്ത് എന്തിട്ട് കൊടുത്തേക്കാം? ഔട്ട്സൈഡിൽ എന്തിട്ട് കൊടുത്തേക്കാം? i ചേർത്ത് വെക്കാം. അതിന്റെ വെരിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഇനി മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റുക? ക്ലിയർ അല്ലേ? പവിത്ര ഓക്കെ? അശ്വന്ത് ഓക്കെ? പൗർണമി? അഭിനവ് AM? അഭിനവ് ക്ലിയർ? അഭിനവ് ടി വേറെ മെത്തേഡ് ചെയ്തപ്പോ ഇത് ആൻസർ തന്നെ കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അഭിനവ് TJ, ആദിദേവ് TJ, അതിഷ, ആദിത്യൻ AS, അഫ്രീൻ അൽ അഫീൻ ക്ലിയർ? ഐഷ? അനഘ PS, അനുലക്ഷ്മി, അർജുൻ, അരുണിമ, അശ്വന്ത്, അവന്തിക, സുമോദ്, അവന്തിക, അക്ഷയ്, ഭദ്ര, ചിന്മയി, ദേവിക വിനോജ്, ഇതാൽ പ്രദീപ്, ഹരിത, ഹസ്ന, ജയശങ്കർ വീഡിയോ ഓൺ ചെയ്യാത്ത എന്താണ്? ജയശങ്കർ മിണ്ടുന്നില്ല. ജിസ്മി, കൃഷ്ണ പ്രദീപ്, ലക്ഷ്മി വീഡിയോ ഓൺ ആണോ ലക്ഷ്മിയുടെ? ഓക്കെ. മിൻഹ ഓക്കെ ആയിരിക്കുമല്ലോ? മിൻഹ, നിഖിൽ രാജ്, പവിത്ര, പൗർണമി, റിസാന, സന, ശിവാനി, വസുദേവ്, വിവേക്. ഇതിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്തു. നമ്മളോട് ഒരാൾ പറഞ്ഞു ഞാൻ വേറെ രീതിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. x² + x + 1 / √2 = 0, a = 1, b = 1, c = 1 / √2. ഇങ്ങനെ ചെയ്താലും ഈ സെയിം ആൻസർ വരും. പക്ഷെ ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ചില കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോ നോക്കൂ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം.
x equal to minus b minus 1 plus or minus root of b square 1 square 4ac 4 into 1 into 1 by root 2 by 2a 2 into 1. Your answer is minus 1 plus or minus 1 minus 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ് by root 2 by 2. ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് 4 എന്ന് പറഞ്ഞാൽ 2 into 2 ആണ് 4. ഞാൻ പറഞ്ഞ എന്റെ കാര്യമില്ല. ഇവിടെ ഈ 2 എന്ന് പറഞ്ഞാൽ ഈ root 2 ക്യാൻസൽ ചെയ്യണം. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. 2 root 2. So your answer is minus 1 plus or minus 1 minus 2 root 2 divided by 2. അവിടെയും ഈ പ്രശ്നം അവിടെ ഉദിച്ചിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ x equal to minus 1 x equal to രണ്ട് രീതിയും അറിഞ്ഞിരിക്കണം. 2 root 2 minus 1 അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം by 2. അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നിമിഷത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റുകൾ ചൂസ് ചെയ്യണം. 1 minus 2 root 2 ആണെങ്കിൽ 2 root 2 plus 1 ആണെങ്കിൽ minus 1 plus 1 ആണെങ്കിൽ minus 1. Once again മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാം, മനസ്സിനെ ഇങ്ങനെ റെഡിയാക്കാം. ചില ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോബ്ലത്തിൽ ക്ലൈമാക്സിലെ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ഒരു 8ന്റെ പണി വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ പണി വന്നാലൊന്നും ഞാൻ കീഴടങ്ങില്ല. അത് നമ്മൾ പരീക്ഷയ്ക്ക് പോണേക്കുമ്പോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. അതിന്റെ ലാസ്റ്റിൽ വരാത്ത കണക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ റൂട്ടിനകത്ത് ഞാൻ ഒന്ന് തിരിക്കും, റൂട്ടിനെ ഒന്ന് ഞാൻ തിരിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ചു വെക്കണം. ഇവിടെ തിരിക്കാൻ പോവാണ്. 1 minus 2 root 2 ചുമ്മാ ഒന്ന് തിരിക്കാണ്. അപ്പൊ നോക്കി തിരിക്കുമ്പോൾ 2 root 2 minus 1 ഔട്ട്സൈഡിൽ കമ്പൽസറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാകും. ഇവിടെ ഐ ചേർക്കണം by 2. കാരണം ഒരു ടീച്ചർ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അയ്യില് കുട്ടികൾ എഴുതിയിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് തന്നെ വെരിഫൈ ചെയ്യാം. അപ്പൊ അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ? ചോദിച്ചാൽ മിണ്ടുന്നില്ലല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഭിനവയും മോഹൻ ഇതുപോലെയല്ലേ മോനെ ചെയ്തേക്കണേ? ഇനി അടുത്ത ചോദ്യം എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ, ഉത്തരം ശരിയായ മതി. പിടിച്ചോളൂ, ചോദ്യം പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് x square plus x by root 2 x by root 2 plus 1 equal to 0. x square plus x by root 2 plus 1 equal to 0. പറഞ്ഞോ. ആൻസർ പറയട്ടെ? ഒരു മിനിറ്റ് അവരും കൂടെ ഒന്ന് എത്തിക്കോട്ടെ. ഒരു സെക്കൻഡ് ശ്രദ്ധിക്കാം. റെഡി അല്ലേ? ഐഷ ആൻസർ മോളാണ് പറയാൻ പോയ. ഐഷ പറഞ്ഞു മോളെ. ഐഷ minus 1 plus or minus root 7 I by 2 2 root 2. ശരി ഉത്തരം. വെരി ഗുഡ്. ശരി ഉത്തരമാണ്. ഞാനിത് രണ്ട് രീതിയിൽ ചെയ്യാം. സ്പീഡിൽ ഇങ്ങനെ പോവാം അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് കേട്ടോ. root 2 x square plus x plus root 2 by root 2 equal to 0. a equal to root 2 അല്ലേ? അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്താൽ ചുമ്മാ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ a equal to 1 പെട്ടെന്ന് കിട്ടും ആൻസർ. b equal to 1 by root 2 and c equal to 1. Here a equal to 1, b equal to 1 by root 2, c equal to 1. അപ്പൊ നോക്കി x equal to minus b minus 1 by root 2. c equal to minus 1 by root 2 plus or minus root of b square 1 by root 2 whole square minus 4ac by 2a 2 into 1. Your answer ready? Minus 1 by root 2 plus or minus 1 by root 2 whole square 1 by 2 minus 4 by 2. ഈ 2 അങ്ങോട്ട് കയറി വരുന്നു അല്ലേ? ആ 2 അങ്ങോട്ട് കയറി വരുന്നു. Your answer is minus 1 by root 2 plus or minus root of 1 minus 8 minus 7 by 2 by 2. ഇവിടെ minus 1 by root 2 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ? ആൻസർ ഈസ് ഇതുവരെ എഴുതിടാ. തെറ്റിയ ആൾക്കാർ ഇതുവരെ എഴുതാം. ഇതുവരെ ശരിയാണോ? Yes. Okay, very good. Then answer is x equal to minus 1 by root 2 plus or minus root 7
7i by I ചേർത്ത് by √2 whole by 2. Final answer ready? Final answer is -1 plus or minus √7i by √2 common ആണ് into 1 by 2. -1 plus or minus √7i by 2√2 is the final answer. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം ചില കുട്ടികൾക്ക് എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും വരുന്നത്. ചില ആൾക്കാർക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? വസുദേവ്, നിഖിൽ രാജ്, പാർത്ഥൻ, ഭദ്ര ഓക്കെയാണ്. അനഘ PS, റിസാന രാജീവ്, റിസാന റിയാസ്. Yes, sir. Okay. റിസാന റിയാസ്. ഇതാൽ പ്രദീപ്. Yes, sir. അദിഷ ബി ജോണി. ജിസ്മി. Yes, sir. Clear ആണ്. ചിന്മയി. Sir. ഓക്കെ ആണോ മോളെ? അല്ല, √7 by √2 വന്നില്ലേ? അതെങ്ങനെയാ? ഏതാ? √7 by √2. 7. ഓക്കെ. ശ്രദ്ധിച്ചോ? അവിടെ ചോദിച്ചത് അതല്ലേ ചോദിച്ചേ? അവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുമോ? അതിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. x equal to -1 by √2 എന്ന് കിട്ടി. ആ 7 കിട്ടിയതാണോ മനസ്സിലാവാത്തെ? √7i by √2. -1 by √2 plus or minus √-7 by 2 by 2. കാണാൻ പറ്റിയോ? ഇത് ഓക്കെയാണോ? ഇത് കിട്ടിയത് ഓക്കെയാണോ? ഈ -7 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? -7 എന്ന് പറഞ്ഞാൽ 7i അല്ലേ ചിന്മയി? അതെ സർ. 7i എന്ന് പറയുമ്പോ എങ്ങനെ എഴുതണം നോക്കാം നമുക്ക്. അപ്പോ -1 by √2 plus or minus ആ √-7 by 2 എന്ന് പറയുന്നത് √7i by √2 ആവും. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യും. √a by b √b -1 by √2 plus or minus √7i by √2 by 2. Clear? ഈ സ്റ്റെപ്പ് ഓക്കെ ആയോ? ഓക്കെ സർ. അപ്പൊ നോക്കിയേ, -1 plus or minus √7i ഡിനോമിനേറ്റർ സെയിം ആണ് √2 into 1 by 2 നെ മറിച്ച് 2. അപ്പൊ 1 by 2. അപ്പൊ -1 plus or minus √7i by 2√2. ക്ലിയർ? ക്ലിയർ ആയി സർ. യെസ്. ഓർ ശ്രദ്ധിക്കാട്ടോ. അപ്പോ ഓക്കെ, ഇനി നമ്മൾ പുതിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോണേ കേട്ടോ. ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോണേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ഇതിനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കാം. ആ ടോപ്പിക് തീർന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² plus bx plus c equal to 0. x equal to -b plus or minus √b² minus 4ac by 2a. Here b² minus 4ac is the discriminant. Discriminant is always negative. ഈ വർഷം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്ന് പെടുമ്പോൾ ഡിസ്ക്രിമിനന്റ് ഈസ് ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ആൻസർ, ഫൈനൽ ആൻസറിൽ നിർബന്ധമായും ഐ ഉൾപ്പെടുത്തിയായിരിക്കണം അതിന്റെ ഉത്തരം എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ടോപ്പിക്കിലേക്ക് നമ്മൾ എൻട്രി എടുക്കാണ്. ആ ടോപ്പിക്കിന്റെ പേര് നിങ്ങൾക്ക് എഴുതി വെക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ SQUAR. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അൽ ലഫീഫ് മോനെ ഓക്കെ ലൂട്ടാ? അൽ ലഫീഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓക്കെ അല്ലേ? ഓക്കെ. അനുലക്ഷ്മി? Yes, sir.
അവന്തിക സുമോദ് വീഡിയോ ഓഫ് ആണല്ലോ മോളെ, വീഡിയോ ഓൺ ആക്കി. സർ വീഡിയോ ആണ്. പക്ഷെ ഇവിടെ കാണുന്നില്ല. ഓക്കെ മോളെ, ഓക്കെ അല്ലേ അവന്തിക? യെസ് സർ ഓക്കെ. അക്ഷയ് അദിഷ ഞാൻ കൊറേ അദിഷയെ വിളിച്ചു, അദിഷ റിപ്ലൈ തരുന്നില്ല എനിക്ക്. അദിഷ ബി ജോഷി ഓക്കെ അല്ലേ മോളെ? ഓക്കെ. അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പറിലേക്ക് കടക്കാണ്. അശ്വന്ത് എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും സ്ക്വയർ റൂട്ടിന്റെ കാര്യങ്ങൾ? എനി ഐഡിയ? ഇല്ല സാർ, അറിയില്ല. പറയാമോ? അറിയില്ല സാർ. അറിയില്ല. ഓക്കെ. ഐഷയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെ കേട്ടില്ല. കേട്ടില്ല? എവിടെയായിരുന്നു ഐഷ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി അങ്ങനെ പറയാം, ഉറങ്ങിപ്പോയാ? ഇല്ല. രാവിലെ എന്താ കഴിച്ച ഐഷ? രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ രാവിലെ ഐഷ കട്ടായി ഫോൺ. ഓക്കെ. എത്ര മണിക്ക് എഴുന്നേറ്റു? 6 മണി. എഴുന്നേറ്റ അമ്മയുടെ അടുത്ത് പറയാ എനിക്ക് നിർബന്ധമായും ചായ തരണം. ചായ കുടിച്ച് ഉഷാറായിട്ട് മിടുക്കിയായിട്ട് വന്നിരിക്കണം. ഓക്കെ? ഓക്കെ സർ. എന്തായാലും കഴിക്കാൻ വേണം, ലൈറ്റ് ആയിട്ട്. വല്ല റസ്ക് ഒക്കെ ഉണ്ടാവില്ല വീട്ടില്? റസ്ക് ഒക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ കഴിച്ച് ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. ഓക്കെ? എന്തെങ്കിലും ലൈറ്റ് ആയിട്ട്. അപ്പൊ പഠിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വെള്ളമൊക്കെ കുടിക്കണം. ഐഷ വെള്ളം കുടിച്ചെന്താ? ഇല്ലില്ല. രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടാ. ഒന്നെങ്കിൽ 2-3 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കണം കേട്ടാ. ഭക്ഷണം കഴിക്കാതെ വന്ന് ഇരിക്കരുത്. ഓക്കെ? ഓക്കെ. സ്ക്വയർ റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് എന്തെങ്കിലും വരുന്ന കാര്യം കട്ടായി പോണേ. പവിത്ര ഐഷ മ്യൂട്ടാക്കിക്കോളൂ. പവിത്ര KP പറഞ്ഞോ മോളെ, എന്താണ് മോളുടെ മനസ്സിൽ വരുന്നത്? റൂട്ടിനെ പറ്റിയാണ്. ഓക്കെ. സജില ഫാത്തിമ, പുതിയതായിട്ടുള്ള ആൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ ഈ ടോപ്പിക്ക്. ജിസ്മി പറഞ്ഞു തരും നമുക്ക് എല്ലാവർക്കും എന്താ സംഭവം. ജിസ്മി ശരിക്കും പറഞ്ഞു. ജിസ്മി പറഞ്ഞോ. ജിസ്മി റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട്സ്. ഓക്കെ, അങ്ങനെയായിരിക്കും. ഞാൻ ചുമ്മാ ചോദിക്കുന്നതാ, നിങ്ങൾക്കിടെ മനസ്സിൽ തോന്നുന്ന ഉത്തരം പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ലക്ഷ്മി പറഞ്ഞോ. ലക്ഷ്മി ഈ a+ib സ്ക്വയർ റൂട്ട് എടുക്കണം എന്നാണ് ലക്ഷ്മി പറയുന്നത്. പാർത്ഥൻ ആദിദേവ് TJ. എനിക്കറിയില്ല സാർ. അയ്യോ, ഞാൻ നീ ഇങ്ങനെ ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ ആകെ അസ്വസ്ഥത കാണിക്കുമ്പോ പെട്ടെന്ന് ചോദിച്ചോട് ഇങ്ങനെ ആ ഫേസ് കണ്ടിട്ടേ എനിക്ക് പറയണം എന്നുള്ള ഒരു ഇത് നിന്റെ മുഖത്തുണ്ടായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞാൽ മതി. പറഞ്ഞ പോലെ ആയിരിക്കാം. ആയിക്കോട്ടെ. അഭിനവേ പറഞ്ഞുതരാന്നാ പറയുന്നത്. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണ്. അഭിനവേ സാർ അറിയില്ല. ഓക്കെ. റിസ്ന റിയാസിനോട് കൂടി ചോദിച്ച് അവന്തികയോട് കൂടി ചോദിച്ച് ഞാൻ പറഞ്ഞിരുന്നായിരുന്നു. റിസ്ന റിയാസ്, എനി ഐഡിയ? അവന്തിക യെസ് സർ. എനി ഐഡിയ? സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ a+ib ഫോമില് വരുന്നതാണോ? എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഇപ്പൊ ഐ കൊടുത്തിട്ടുള്ള എക്കും ബിക്കും ഒക്കെ ഐ കൊടുത്തിട്ട് ചെയ്യുന്നത് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, അത്രേ ഉള്ളൂ. അറിയില്ല എന്ന് പറയണേ, വെറുതെ ചുമ്മാ പറഞ്ഞാലേ. അറിയില്ല, അയ്യോ എനിക്കറിയില്ല അങ്ങനെ പറയണ്ട. ഇന്നൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം.
നമുക്ക് ഇതിലേക്ക് മടങ്ങി വരാം. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇത് ശരിക്കും പറഞ്ഞാലേ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. 1 മിനിറ്റിൽ താഴെ മതി ആ ഷോർട്ട് കട്ട് ഫോർമുല ഉപയോഗിച്ച് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. 1 മിനിറ്റ് ഒന്നും വേണ്ട, ചുമ്മാ ആ ഫോർമുലയ്ക്ക് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ആൻസർ അങ്ങ് കിട്ടും. പക്ഷെ നമുക്കത് പഠിപ്പിക്കാൻ ഇപ്പൊ പാടില്ല. ഈ ഫോർമുല ഷോർട്ട് കട്ട് ഇപ്പോൾ പഠിപ്പിക്കാൻ പാടില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. എൻട്രൻസ് ക്ലാസ് അല്ലല്ലോ, എൻട്രൻസിനാണ് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഇപ്പോഴല്ല, കുറച്ചും കൂടി നാളെ കഴിഞ്ഞിട്ട്. ഒത്തിരി പല കണക്കുകൾക്കും ഷോർട്ട് കട്ടുകൾ ഉണ്ട്. അപ്പൊ തുടക്കം തന്നെ നമ്മൾ ഷോർട്ട് കട്ടിലേക്ക് പോയി കഴിഞ്ഞാല് ഒറിജിനൽ വഴി നമ്മൾ മറന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വളഞ്ഞു വന്ന വഴിയുണ്ട്, എളുപ്പം പല പാടത്തെ കൂടെ ഒക്കെ ചാടി പറമ്പൊക്കെ ചാടി നമ്മുടെ വീടെത്താൻ പറ്റും. അപ്പോ എല്ലാ സമയവും നമുക്കത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ബോർഡുകൾ പറയുന്നത്, സ്റ്റേറ്റ് ബോർഡും CBSE ബോർഡും ഒക്കെ പറയുന്നത് ഫുൾ സ്റ്റെപ്പ് ഇട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫുൾ സ്റ്റെപ്പ് ഇട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാം കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത് ഇപ്പോ സ്ക്വയർ റൂട്ട് വന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണെന്നാണ് പറയുന്നത്. അതാണ് സ്ക്വയർ റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂട്ട് 100 നമ്മൾ പഠിച്ചു, പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞ പോലെ റൂട്ട് ഓഫ് -7 -24 ആയി. ഒരു കോംപ്ലക്സ് നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് കാണുക വലിയൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുമ്പ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മൾ പഠിക്കണം. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് ഒരു 10 പ്രാവശ്യം എഴുതി പഠിച്ചോളൂ. 10 പ്രാവശ്യം ഈ പറയുന്ന സംഭവം ഒരു നോട്ട് ബുക്ക് ഒന്നും എഴുതേണ്ട, റഫ് ബുക്ക് ഉണ്ടെങ്കിൽ ഒരു പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എഴുതി പഠിക്കുക. x² + y² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x² - y² + 2xy ഹോൾ സ്ക്വയർ. എല്ലാവരും 10 വേണമെന്നില്ല, 15 ആയിക്കോട്ടെ. 15 പ്രാവശ്യം എല്ലാവരും ഇരുന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ തന്നെ എഴുതി. വീട്ടിൽ പോയിട്ട് പിന്നെ പഠിക്കാന്നുള്ളത് വേണ്ട, ഇപ്പൊ തന്നെ 15 പ്രാവശ്യം എഴുതി കേട്ടോ. 15 ടൈംസ് x² - y² ഹോൾ സ്ക്വയർ + 2xy ഹോൾ സ്ക്വയർ. x² + y² നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, ചെറിയ ക്ലാസ്സിൽ പഠിച്ച് മറന്ന ഫോർമുലയാണ്. a² + b² ഹോൾ സ്ക്വയർ = a² - b² ഹോൾ സ്ക്വയർ + 2ab ഹോൾ സ്ക്വയർ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ മറന്നുപോയ ആ ഫോർമുലയെ വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. ഒരു സെക്കൻഡ്, കുറച്ചും കൂടി ഈസി ആക്കിയിട്ട് പഠിക്കാം. ഈ ഫോർമുല പഠിച്ചാൽ മതി. നോക്കാം, ഇങ്ങനെ ആക്കിയാൽ മതി. x² ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, x² + y² = ഇങ്ങനെ പഠിച്ചാൽ മതി. x² + മറ്റേത് വീണ്ടും എക്സ്പാൻഷൻ ചെയ്ത് പ്രയാസമുണ്ട്. ഇങ്ങനെ പഠിച്ചാൽ മതി. x² + y² = x² - y² ഹോൾ സ്ക്വയർ + 4x² y². ഇങ്ങനെ പഠിച്ചാൽ 4x² y², 4x² y² അല്ലെങ്കിൽ 4xy ഹോൾ സ്ക്വയർ എന്ന് പഠിക്കാം. നോക്കൂ, ഇതൊന്ന് എക്സ്പാൻഷൻ ചെയ്യാൻ പ്രൂഫ് കാണിക്കാൻ നോക്കൂ. x² - 2x² y² + 4x² y² എന്ന് പറഞ്ഞാല് x² ഇതിനെ സബ്ട്രാക്ട് ചെയ്താൽ 2x² y² + y², അല്ലെ? x² + y² ഹോൾ സ്ക്വയർ = അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ട് x² + y² ഹോൾ സ്ക്വയർ ആയിട്ട് x² + y² ഹോൾ സ്ക്വയർ ആയിട്ട്. അപ്പൊ x² + y² ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² - y² ഹോൾ സ്ക്വയർ + 4xy ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 4x² y² എന്ന് എഴുതാം. x² - y². അപ്പൊ ഈ ഫോർമുല ഇങ്ങനെ പഠിച്ചാൽ മതി. x² - y². അതിനെ ഒന്നും കൂടി ഭംഗിയാക്കിയിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ സംഭവം തന്നെ 2xy ഹോൾ സ്ക്വയർ തന്നെയാണ് ഇങ്ങനെ എഴുതിയുള്ളൂ. അതിനൊന്നും കൂടി മാറ്റി പിടിച്ചു.
x square plus y square whole square equal to x square minus y square whole square plus 4x square y square. സെയിം തന്നെയാണ് കിട്ടുന്നത്. കണ്ടാ, ഇത് തന്നെയാണ് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഡൗട്ട് പറഞ്ഞോ. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോ എക്സ് റൈസ് ടു 4 പ്ലസ് 2xy പ്ലസ് വൈ റൈസ് ടു 4 എന്നല്ലേ വരണ്ടേ? എക്സ് റൈസ് ടു 4 തന്നെയാണ് കേട്ടോ. എക്സ് റൈസ് ടു 4 തന്നെയാണ് വരിക. ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്, ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ പുറകെ പോയതാണ് പ്രശ്നം. ഒരു മിനിറ്റ്, ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x raised to 4 plus, okay, x raised to 4 plus 2x square y square plus y raised to 4 ആണ്. എഴുതാൻ പറ്റും കേട്ടോ. x raised to 4 plus 2x square y square plus y raised to 4 അല്ലെ? x square plus y square whole square എന്ന് പറഞ്ഞാല് x raised to 4 plus 2x square y square plus y raised to 4 എന്നാണ് വരുന്നത് അല്ലെ? y raised to 4 എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, x square minus y square whole square എന്ന് പറഞ്ഞാൽ എന്താണ്? x square minus y square whole square എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? x raised to 4 minus 2x square y square plus y raised to 4 അല്ലെ? x raised to 4 minus 2x square y square plus y raised to 4. അപ്പൊ ഇത് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? x raised to 4 minus 2x square y square plus y raised to 4 ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ plus 4x square y square. അവിടെ 4x square y square ഇട്ടാൽ ഈ ഒരു സ്റ്റെപ്പിലേക്ക് മാറും. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? x square minus y square whole square plus 4xy. 4xy എന്ന് പറഞ്ഞാല് 4x square y square എന്ന് പറഞ്ഞാൽ 2xy whole square എന്ന് എഴുതാം. അതായത് x square, അപ്പൊ ഇത് എന്തിനോട് ഈക്വലന്റ് ആയി? x square plus y square whole square-നോട് ഈക്വലന്റ് ആയി. ഞാൻ ഇതിന്റെ പ്രൂഫ് തന്നെ എടുത്തു. പ്രൂഫ് തന്നെ എടുത്തു കഴിഞ്ഞു. നോക്കാം. x square plus y square whole square എന്ന് പറഞ്ഞാൽ x raised to 4 plus 2x square y square plus y raised to 4. x raised to 4 plus 2x square y square plus y raised to 4. x square minus y square whole square becomes x raised to 4 minus 2x square y square plus y raised to 4. അപ്പോൾ x raised to 4 minus 2x square y square plus y raised to 4. ഞാൻ ഇവിടെ ഒരു 4x square y square ആഡ് ചെയ്തപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റി? അതിനെങ്ങനെ എഴുതാൻ പറ്റി? x raised to 4 plus 2x square y square plus y raised to 4 plus y raised to 4 എന്ന് എഴുതി. അപ്പൊ അതിനെ ആധികാരികമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. x square plus y square whole square equal to x square minus y square whole square. എങ്ങനെ എഴുതി? x square minus y square whole square plus 2xy whole square എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ക്ലിയർ? യെസ് സർ. ഓക്കെ, എഴുതിയെടുക്കാട്ടാ. അപ്പൊ എഴുതിയോ? x square plus y square whole square എന്ന് പറയുന്നത് x square minus y square whole square plus 2xy whole square. സാറി പറയൂ. ഈ 4x square y square എന്നുള്ളത് അവിടെ ഇട്ടേക്കണത് x square plus y square whole square-ലേക്ക് ആക്കാനാണോ? അതെ അതെ അതെ, അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ഫോർമുല എഴുതിയിട്ടുണ്ടാണ്. x square plus y square whole square equal to x square minus y square whole square plus 2xy whole square. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ നോക്കിയപ്പോ ഒരു ഹോൾ സ്ക്വയർ ആദ്യം പറയാതെ പോയി. ശ്രദ്ധിക്കാട്ടോ, ചോദ്യം എഴുതിക്കോളൂ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് -7 - 20.
-7 minus 24i. Find the square root of -7 minus 20. Find the square root of -7 minus 20. -7 minus 24i എന്നാണ് നമ്മളുടെ ചോദ്യം. ആരും എഴുതണ്ട, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ അവിടെ ആദ്യം സ്ക്വയർ റൂട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. x plus iy equal to root of -7 minus 24i. x plus iy equal to root of -7 minus 24i. അപ്പൊ ഈ റൂട്ട് കളയാനായിട്ട് സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിംഗ് both sides. Squaring both sides. Both sides square ചെയ്യുമ്പോൾ x plus iy whole square equal to ഈ റൂട്ട് അങ്ങ് പോകും. -7 minus 24i. x square plus 2ixy plus I square y square equal to -7 minus 24i. -7 minus 24i. അപ്പൊ അവിടെ നോക്കാം. x square plus ഇവിടെ I square ആണ് 2ixy minus y square. I square റീഡിങ് നെഗറ്റീവ് ആണ്. -7 minus 24i. -7 minus 24i. -7 minus 24i. റിയൽ പാർട്ട് ഗ്രൂപ്പ് A ആണ്. ആരും എഴുതണ്ട. x square minus y square equal to -7. Real part equal to x square minus y square equal to -7. Imaginary part 2xy equal to -20. 2xy equal to -24. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നു നോക്കൂ. Find the square root of -7 minus 24i. x plus iy equal to x plus iy എന്ന് കൊടുക്കണം. x plus iy equal to അല്ലെങ്കിൽ z തുടക്കം വേണമെങ്കിൽ ഇവിടെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം. let z equal to root of -7 minus 24i. ആ z നെ a plus ib എന്ന് പറയുന്ന പോലെ z നെ x plus iy എന്ന് മാർക്ക് ചെയ്തിരിക്കാം ട്ടോ. ഈ ചോദ്യത്തിന് z ലേക്ക് മാറ്റിയപ്പോ z ന്റെ പേരാണ് x plus iy. Squaring both sides x plus iy whole square equal to -7 minus 24i. x square plus 2ixy plus I square y square equal to -7 minus 24i. I square എന്ന് പറഞ്ഞാൽ -1 ആണ്. x square minus y square equal to -7. 2xy equal to -24. 2xy equal to -24. ഇതുവരെ ഓക്കെ ആണോ? ഇനി നമുക്ക് x ന്റെയും y ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. x ന്റെയും y ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇതുവരെ ഓക്കെ ആണോ? Yes, sir. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും മാറ്റി. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും മാറ്റി. ഇനി നമുക്ക് x ഉം y ഉം സോൾവ് ചെയ്യാനായിട്ടാണ് ആ ഫോർമുല ഉപയോഗിക്കുന്നത്. ഇതുവരെ ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇതുവരെ ഒന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് നോക്കിയേ. ഇതുവരെ ഓക്കെ ആണോ നോക്കിയേ. പവിത്ര ഓക്കെ അല്ലേ? Yes, sir. ഐഷ, ചിന്മയി, മിൻഹ. Yes, sir. മിൻഹ. Yes, sir. മനസ്സിലായി. ഭദ്ര. Yes, sir. Yes. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ എഴുതാം. We know that എന്താ പറയാൻ നോക്കാം. We know that x square plus y square whole square equal to x square minus y square whole square plus 2xy whole square. x square minus y square ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന -7 ആണ്. x square minus y square whole square. ഇതല്ലേ നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന ഫോർമുല അല്ലേ? ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഫോർമുല ഇതല്ലേ? x square minus y square whole square plus 2xy whole square എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്?
Yes, sir. Yes, sir. അതിലൊക്കെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് -7 ഹോൾ സ്ക്വയർ പ്ലസ് -7 ഹോൾ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറഞ്ഞാൽ എത്ര ഇട്ടിരിക്കുന്നത് -24 അല്ലേ 2xy ഈക്വൽ ടു -24 ഹോൾ സ്ക്വയർ 2xy ഈക്വൽ ടു -24 ഹോൾ സ്ക്വയർ -7 ന്റെ സ്ക്വയർ 49 576 625 ആര് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ സ്ക്വയർ. ഞാൻ ഇതിന് പോസിറ്റീവ് റീഡിംഗ് എടുത്തുള്ളൂ. പോസിറ്റീവ് എടുക്കാം നെഗറ്റീവ് എടുക്കാം. ഞാൻ ഇവിടെ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു അവിടെ 25 ആയിട്ടാണ് എടുക്കും. പോസിറ്റീവ് റൂട്ട് 625 അപ്പൊ 25 ഇക്വേഷൻ നമ്പർ 3 x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 625 എന്ന് വരും അല്ലേ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 625 പ്ലസ് ഓർ മൈനസ് 25 പ്ലസ് റീഡിംഗ് ആണ് സെലക്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 3 സോൾവ് 1 and 3 ചെയ്യാൻ പോവാണ് കേട്ടോ. നീ ശ്രദ്ധിക്കാം. സോൾവ് 1 and 3 ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? യെസ് സർ. സോൾവ് ചെയ്യാൻ നോക്കാം. സോൾവ് ചെയ്യാൻ പോവാണ്. 1 and 3 സോൾവ് 1 and 3 എഴുതിക്കോളൂ മക്കളെ. സോൾവ് 1 and 3 സോൾവ് 1 and 3 സോൾവ് 1 and 3 x square minus y square equal to x square minus y square equal to -7 equation number 1 x square plus y square equal to 25 equation number 3 and therefore 2x square 0 18 x square equal to 9 and 218 to 12 x equal to plus or minus 3 x equal to plus or minus 3 x equal to plus or minus 3 ഞാൻ x equal to 3 എന്നുള്ളത് 3 or minus 3 എവിടേക്ക് വേണമെങ്കിലും കൊടുക്കാം. x equal to 3 in equation number 3 equation number 3 ൽ കൊടുത്തപ്പോൾ minus 3 എടുത്താൽ സെയിം ആൻസർ 3 square plus y square equal to 25 y square equal to 25 minus 9 60 y equal to root 16 plus or minus 4 എന്ന് plus or minus 4 എന്ന് y കിട്ടി. സോൾവ് ചെയ്തിരിക്കുന്നു. സോൾവ് ചെയ്തിരിക്കുന്നു. ചെറിയ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിലെ? ക്ലിയർ അല്ലേ? അതായത് 2x square plus 0 equal to 18 x square equal to 9 x equal to plus or minus 3 square plus y square equal to 25 y square equal to 25 minus 9 y equal to root 16 y equal to plus or minus x equal to plus or minus 3 y equal to plus or minus 4. ഇവിടെ നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ 2xy equal to -20. അപ്പോൾ ഇവിടുത്തെ ആൻസർ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ഒരു x പോസിറ്റീവും ഒരു y നെഗറ്റീവ് വന്നാലാണ് ആൻസർ നെഗറ്റീവ് ആവും. ഒരു x പോസിറ്റീവും അല്ലെ 2xy equal to -24 എന്ന് പറഞ്ഞാൽ xy equal to -12 ആണ്. അപ്പൊ x പോസിറ്റീവും y നെഗറ്റീവും ഒന്നുകിൽ x പോസിറ്റീവ് ആകണം y നെഗറ്റീവ് ആകണം അല്ലെങ്കിൽ x നെഗറ്റീവ് ആകണം y പോസിറ്റീവ് ആകണം എങ്കിൽ മാത്രമേ ഈ രണ്ട് ആൻസർ ഈ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റൂ. അപ്പോ അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് therefore നമുക്ക് എങ്ങനെ എഴുതാം? therefore the square root of therefore the square root of therefore the square root of therefore the square roots of -7 -24 I are x plus I by എന്ന് പറഞ്ഞത് ഒന്നുകിൽ x പോസിറ്റീവ് ആകണം 3 y നെഗറ്റീവ് ആകണം 3 4i and ഒന്നുകിൽ x നെഗറ്റീവ് ആകണം -3 4i ഒന്നുകിൽ x പോസിറ്റീവ് ആകണം 3 4i and -3 4i. അതെങ്ങനെയാണ് ഡിസിഷൻ എടുക്കാന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 2 നെഗറ്റീവ് റീഡിംഗ് വന്ന് പെട്ടത് കൊണ്ടാണ് ഒന്നെങ്കിൽ എക്സിന് പോസിറ്റീവ് വൈക്ക് നെഗറ്റീവ് അപ്പൊ 3 4i എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സിന് -3 വൈക്ക് പോസിറ്റീവ്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. അപ്പൊ ഇവിടെ വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് x square plus y square whole square x square plus y square whole square equal to x square minus y square whole square plus
2xy ഹോൾ സ്ക്വയർ തന്നെയാണ്. ആ ഫോർമുലയാണ് എഴുതി പഠിക്കാൻ പറഞ്ഞത്. അതൊരു 15 പ്രാവശ്യം എഴുതി പഠിക്കണം. വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഹോൾ സ്ക്വയർ എന്നുള്ളത്. ഒരിക്കൽ കൂടി കാണിക്കാണ്, ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി കാണിക്കാണ് ഈ പ്രോബ്ലം, ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തത് ഒരിക്കൽ കൂടി കാണിക്കാം. എന്തായിരുന്നു ചോദ്യം വന്നത്? ഇവിടെ വന്നത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ്, കണ്ട ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് -7, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് -7 -24. അപ്പൊ അത് വേണമെങ്കിൽ ലെറ്റ് z ഈക്വൽ ടു എന്ന് എഴുതാം. ലെറ്റ് z ഈക്വൽ ടു ഇങ്ങനെ എഴുതുന്നത് നല്ലത് തന്നെയാണ്. ലെറ്റ് z ഈക്വൽ ടു റൂട്ട് ഓഫ് -7 -24i x plus iy ഈക്വൽ ടു z നെ x plus iy എന്ന് പേരിടുന്നു. x plus iy ഈക്വൽ ടു റൂട്ട് ഓഫ് -7 -24i സ്ക്വയറിംഗ് both sides x plus iy ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആ റൂട്ട് അത് പോയി -7 -24i -7 -24i -7 -24i x square plus 2ixy plus i square y square x square plus 2ixy plus i square y square equal to -7 -24i x square plus 2ixy i square ന്റെ മൈനസ് ആണ്, i square ന്റെ മൈനസ് ആണ്, i square ന്റെ മൈനസ് ആണ്, minus y square equal to -7 -24i റിയൽ പാർട്ട് ഗ്രൂപ്പ് ചെയ്തു. x square minus y square equal to -7 ഇക്വേഷൻ നമ്പർ 1. ഇമാജിനറി പാർട്ട് എടുത്തു. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി പാർട്ട് i ഉള്ളത്. 2xy equal to -20. It's very important step. 2xy equal to -24. അവിടെ -24 വന്നതുകൊണ്ടാണ് ഒരു x പോസിറ്റീവ് ആകണമെന്നും y നെഗറ്റീവ് ആകണം. x നെഗറ്റീവ് ആണെങ്കിൽ y പോസിറ്റീവ് ആണ്. എന്നാലേ നെഗറ്റീവ് കിട്ടുള്ളൂ. പ്രോഡക്റ്റ് എടുത്ത് നോക്കൂ, x y. അപ്പോ x പോസിറ്റീവ് ആണെങ്കിൽ y നെഗറ്റീവ് ആണ്, x നെഗറ്റീവ് ആണെങ്കിൽ y പോസിറ്റീവ് ആണ്. റീസൺ നെഗറ്റീവ് ഇരിക്കുന്നു. നെഗറ്റീവ് 12 എന്ന് വേണമെങ്കിൽ പറയാം. xy ഈക്വൽ ടു -12. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ് നോക്കൂ മക്കളെ. നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഏത് ഉറക്കത്തിൽ നിങ്ങളോട് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഹോൾ സ്ക്വയർ. തെറ്റെഴുതണ്ട, പല രീതികളിലൊക്കെ അത് എഴുതാം. അതുകൊണ്ടാണ് x സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്ന് പറഞ്ഞാൽ -7 ആണ് ഇക്വേഷൻ നമ്പർ 1. -7 ഹോൾ സ്ക്വയർ പ്ലസ് 2xy എന്ന് പറഞ്ഞാൽ -24. 49 plus 576 625 x square plus y square whole square equal to root 625 x square plus y square equal to 25. അവിടെ പ്ലസ് സെലക്ട് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 3 ൽ പ്ലസ് ഓർ മൈനസ് കൊടുക്കേണ്ട കാര്യമില്ല. 25 എന്ന് എടുത്താൽ മതി. x square plus y square equal to 25 ഇക്വേഷൻ നമ്പർ 3. സോൾവ് 1 and 3 സോൾവ് ചെയ്തപ്പോൾ x equal to plus or minus 3 എന്ന് കിട്ടി. x into 3 ഇക്വേഷൻ നമ്പർ 3 ലേക്ക് കൊടുത്തപ്പോൾ y കിട്ടി. അപ്പോൾ 2xy equal to -24 ആണ്. xy equal to -2 ആണെങ്കിൽ ഒന്നുകിൽ x പോസിറ്റീവ് y നെഗറ്റീവ്, അല്ലെങ്കിൽ x നെഗറ്റീവ് y പോസിറ്റീവ്. The square root of -7 -24i are x ന് പോസിറ്റീവ് കൊടുത്തപ്പോൾ 3 minus 4i 3 minus 4i x ന് പോസിറ്റീവ് 3, അപ്പോൾ y ക്ക് നെഗറ്റീവ് 3 minus 4i, അല്ലെങ്കിൽ x ന് നെഗറ്റീവ് 3 y ക്ക് പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. y ക്ക് പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ എന്നൊന്ന് ചോദിക്കട്ടെ. ഒരു പ്രോബ്ലം തന്നെ ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് കിട്ടുക. ക്ലിയർ ആണോ ജിസ്മി? യെസ് സർ, ക്ലിയർ ആണ്. ചിന്മയി? ക്ലിയർ ആണ് സർ. ശിവാനി? പവിത്ര KP? യെസ് സർ, ക്ലിയർ ആണ്. പൗർണമി പ്രദീപ്? യെസ് സർ, ക്ലിയർ ആണ്. അഭിനവ് AM? ക്ലിയർ ആണ് സാർ. VM? ആദിദേവ് TJ? ആലിയ മീൻസ് ഐഷ? യെസ് സർ, ക്ലിയർ ആണ്. ഐഷ എന്നല്ലേ മോളുടെ പേര്, അപ്പൊ ഐഷ തന്നെ ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ സർ. ഹരിത രതീഷ്? മിനിഹ? യെസ് സർ. സുന്ദർ? യെസ് സർ.
വിവേക് PS, അനഘ PS, Yes, sir. ഭദ്ര PB, ഭദ്ര, Yes, sir. അനുലക്ഷ്മി, മണികണ്ഠൻ, Yes, sir. Clear ആണ്. മല്ലിക സുമോദ്, Yes, sir. Clear ആണ്. ഇതാൽ പ്രദീപ്, Yes, sir. Clear ആണ്. അതിഷ ബി ജോഷി, ദേവിക ബിനോജ്, Yes, sir. അർജുൻ അഫ്രീൻ, Yes, sir. Yes, sir. Clear ആണ്. സജില ഫാത്തിമ. കുറച്ച് മനസ്സിലായിണ്ടാവും, കുറച്ച് സജില, റിസാന, Yes, sir. അക്ഷയ്, സന, ആദിത്യ, സന, പാർത്ഥൻ, അരുണിമ, അഭിനവ്, അൽ അഫീഫ്, ജീവൻ. Yes, sir. Why are you late? സാർ ഞാൻ ലിങ്ക് മാറി വേറെ ക്ലാസ്സിൽ കയറി പോയത് ടെസ്റ്റിന്റെ. ശ്രദ്ധിക്കാം, ഒരു പ്രോബ്ലം തന്നെ ചെയ്യാം, തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല ബോധമുണ്ട്. ഇപ്പോ ആ ഫോർമുല ഒരിക്കൽ കൂടി മനസ്സിലൊന്ന് പറഞ്ഞ എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറഞ്ഞോ, മനസ്സിൽ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞോളൂ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, പറഞ്ഞോളൂ, പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ, എല്ലാവരും ഒന്ന് പറഞ്ഞോ, കേട്ടോട്ടെ, ഞാൻ കേട്ടോളും, പറഞ്ഞോ. X square minus Square minus y square whole square plus 2x y whole square. പറയുന്നില്ല, നിങ്ങൾ പറയാൻ പറയണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, എല്ലാവരും ഒരു 2 പ്രാവശ്യം പറഞ്ഞു ഞാൻ കേൾക്കട്ടെ. എല്ലാവരും കുഴപ്പമൊന്നുമില്ല. x square minus y square whole square plus 2x square Minus y square whole square y plus whole 2x square. ഓക്കെ, എഴുതിക്കോ. അടുത്ത ചോദ്യം. Find the square root of minus 15 minus 8 minus 15 minus 8 minus 15 minus 8. ചെയ്തോളൂ ട്ടോ മക്കളെ, ചെയ്തോളൂ. കഴിഞ്ഞു സർ. ഓക്കെ വെയിറ്റ്. Yes, sir. Finish. യെസ്, ശ്രദ്ധിക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് let z equal to, ശ്രദ്ധിക്കാം ട്ടോ, let z equal to root of minus 15 minus 8i. ഇതിനെ x plus iy equal to minus 15 minus 8i സ്ക്വയറിംഗ് ചെയ്തപ്പോ x plus iy whole square equal to minus 15 minus 8i. X square plus 2i xy, I square minus 1 minus y square minus 15 minus 8i. About x square minus y square. X square minus y square. X square minus y square equal to minus 15, equation number 1. 2xy equal to minus 8. അവിടെ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ x square plus y square whole square equal to minus 15 whole square plus minus 8 whole square. 225 plus 64, 289. X square plus y square whole square root 289 ആണ്. അവിടെ 289 ആണ്. അത് x square plus y square ലേക്ക് വരുമ്പോ root 289 17 എന്ന് വന്നു. ഇക്വേഷൻ സ്ക്വയർ പ്ലസ് y സ്ക്വയർ 17, ഇക്വേഷൻ നമ്പർ 3. ഇതുവരെ ഓക്കെ ആണോ? Yes, sir. കിട്ടിയിട്ടില്ലേ? പറയ് മക്കളെ. Yes, sir. ഓക്കെ, എന്താ പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ അല്ലേ? റിപ്ലൈ പ്ലീസ്. ആരെങ്കിലും ഒരാൾ മറുപടി പറയൂ. ഓക്കെ ആണോ? Yes, sir. സോൾവ് 1 and 3. 1 and 3 സോൾവ് ചെയ്യുമ്പോൾ എന്താ നോക്കൂ. 1 and 3. X square minus y square equal to minus 15. X square plus y square equal to 17. 2x square equal to 1 എന്ന് കിട്ടി. X square 2x square equal to 2 എന്ന് കിട്ടി. X square equal to 1. X equal to plus or minus 1. X equal to plus or minus 1 എന്ന്.
അപ്പോ ഞാൻ x = 1 ഒന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 3. x = 1. x = 1 in equation number 3. 1 square plus y square = 17. Y square = 17 minus 1 16. Y = plus or minus 4. ഇവിടെയും 2xy = നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് വന്നതുകൊണ്ട് അല്ലേ, നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് വന്നതുകൊണ്ട് 2xy = നെഗറ്റീവ് വന്നതുകൊണ്ട് ഒരു x പോസിറ്റീവും മറ്റേയാള് നെഗറ്റീവ്. But the square root of minus 15 അവിടെ എഴുതണം നിങ്ങൾ. The square root of minus 15 minus 8i ഏതായിരിക്കും ഉത്തരം? x പോസിറ്റീവ് ആണെങ്കിൽ 1 minus 4i and x നെഗറ്റീവ് ആണെങ്കിൽ -1 plus 4i. 1 minus 4i and -1 plus 4i. -1 plus 4i എന്നുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. x ന് +or-1 എന്ന് കിട്ടി, y ക്ക് +or-4 എന്ന് കിട്ടി. അപ്പോൾ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫോർമുല x² + y² എന്ന് പറഞ്ഞാൽ x² - y² പ്ലസ് 2xy² എന്നാണ്. ആൻസർ കിട്ടിയായിരുന്നോ? എഴുതി കഴിഞ്ഞോ? Yes, sir. Yes, sir. ഓക്കെ വെയിറ്റ്. എല്ലാവരും വീഡിയോ ഓൺ ആക്കി. ഞാൻ ചോദിക്കട്ടെ, ഓൾ സ്റ്റുഡൻസ് വീഡിയോ ഓൺ ആക്കണം, നിർബന്ധമായിട്ട് എല്ലാവരും വീഡിയോ ഓൺ ആക്കണം. ജിസ്മി? Yes, sir. ചിന്മയി? റൂട്ട് വന്നപ്പോ തെറ്റിപ്പോയി. കൂട്ടിയപ്പോ തെറ്റിപ്പോയി. മനസ്സിലായില്ലേ? മനസ്സിലായി. അതൊക്കെ കുഴപ്പമില്ല കേട്ടാ, ഇനി തെറ്റരുത് കേട്ടാ. പവിത്ര KP? Yes, sir. പൗർണമി? Yes, sir. അഭിനവ് AM? Yes, sir. വസുദേവ് VM? വസുദേവ്? Yes, sir. ആദിദേവ് TJ? Yes, sir. പേര് തട്ടുന്ന ഡൈഷ? Yes, sir. കൃഷ്ണ പ്രദീപ്? അശ്വന്ത്? Yes, sir. വിവേക് VS? Yes, sir. ഭദ്ര PV? അനുലക്ഷ്മി? Yes, sir. അവന്തിക? Yes, sir. ഇതാൽ പ്രദീപ്? ദേവിക വിനോദ്? Yes, sir. അഫ്രീൻ? Yes, sir. അരുണിമ KS? Yes, sir. പാർത്ഥൻ? Yes, sir. ഹസ്ന? Yes, sir. KS? Yes, sir. അക്ഷയ്? Yes, sir. റിസാന റിയാസ്? Yes, sir. സജ്ജില ഫാത്തിമ? പുതിയ കുട്ടികൾ പറയൂ. സജ്ജില ഫാത്തിമ എന്നല്ലേ പേര്? അൽ അഫീഫ്? ജീവൻ? Yes, sir. അദിഷ? അനഘ PS? ഹസ്ന അൻവർ? ഇനി ചോദിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതേനാ അഭിനവ് AM, അഭിനവ് TV, ആദിദേവ് TJ, അദിഷ V ജോഷി, ആദിത്യൻ AS അവരൊക്കെ റെസ്പോൺസ് ചെയ്യൂ. ആദിത്യൻ AS, അഫ്രീൻ, സഫീഫ്, ഐഷ, അനഘ PS, അരുണിമ, അശ്വന്ത്, അവന്തിക, അക്ഷയ്, ഭദ്ര, ചിന്മയി, ദേവിക, ഇതാൽ, ഹസ്ന, ജീവൻ, ജിസ്മി, കൃഷ്ണ, ഫാത്തിമ, then പാർത്ഥൻ, പവിത്ര, പൗർണമി, റിസാന, സന, സുദേവ്, വിവേക്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കുറച്ച് കാര്യങ്ങളാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനില് അവിടെ ടിപ്പിക്കൽ ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെട്ടു. ആ ടിപ്പിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമാക്സ് സ്റ്റേജിൽ കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലെ. കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്തു നമ്മൾ. അങ്ങനെയാണ് നമ്മൾ കിട്ടാനായിട്ട് അതിനെ -1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അതിനെ ഒന്ന് ഓർഡർ മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതിനുശേഷം മറ്റൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യേണ്ടായി. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറിപ്പോയി സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്.
സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ലെറ്റ് ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ട് കൊടുത്തു, ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്തു. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് ചെയ്ത് റിയൽ പാർട്ടിനെ ഒന്നിപ്പിച്ചു, ഇമാജിനറി പാർട്ടിനെ ഒന്നിപ്പിച്ചു. റിയൽ പാർട്ടിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും, അപ്പോ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരിക്കും എല്ലാ കണക്കിലും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു അവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ആൻസർ കിട്ടി. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും 2xy ഈക്വൽ ടു മറ്റൊരു ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതി. നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് മൂന്നാമത് ഒരു ഇക്വേഷൻ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ഇക്വേഷന്റെ പേരാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഹോൾ സ്ക്വയർ പ്ലസ് 2xy ഹോൾ സ്ക്വയർ. അതിലേക്ക് കൊടുത്തപ്പോൾ ഇക്വേഷൻ നമ്പർ 3 നമുക്ക് ലഭ്യമായി. സോൾവ് 1 and 3 എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടു. എക്സും വൈയും കണ്ടുപിടിച്ചത് ഫൈനൽ ഡിസിഷന് വേണ്ടി ഇക്വേഷൻ നമ്പർ 2 ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പൊ 2xy ഈക്വൽ ടു നെഗറ്റീവ് ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ എക്സിന് നെഗറ്റീവ് കൊടുക്കണം, വൈക്ക് പോസിറ്റീവ് കൊടുക്കണം. അല്ലെങ്കിൽ എക്സിന് പോസിറ്റീവ് കൊടുക്കണം, വൈക്ക് നെഗറ്റീവ് കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിച്ചത്. ഒരു ഹോംവർക്ക് കൂടി നിങ്ങൾ അങ്ങ് എഴുതി വെച്ചേരെ. ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഹോംവർക്ക് ചെയ്യാം. എഴുതിക്കോളൂ കേട്ടോ. ഹോംവർക്ക് എഴുതിക്കോളൂ. -8 - 6i. Find the square root of -8 - 6i. -8 - 6i. Find the square root of -8 - 6i. -8 - 6i. -8 - 6i. ചെയ്യാൻ പറ്റില്ലേ മക്കളെ? ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ. അപ്പോ അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോ എന്നും പറയാനുള്ള പോലെ എല്ലാവരോടും തന്നെ പറയാണ്, നിങ്ങൾ അപ്ഡേറ്റ് ആവണം. തലേ ദിവസം എടുക്കുന്നത് മാത്രം പഠിച്ച് ക്ലാസ്സിലേക്ക് ആരും തന്നെ വരരുത്. തലേ ദിവസം എടുക്കുന്നത് തന്നെ പഠിച്ച് എല്ലാം ആ ചാപ്റ്ററിനെ കുറിച്ച് എല്ലാം വായിച്ച് അറിവ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. എല്ലാ അറിവും നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിലേ കാര്യമുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ +1 +2 ക്ലാസ്സിലായി. അപ്പോ നിങ്ങൾ തന്നെ സ്വയം പഠിക്കാനായിട്ട് പരിശ്രമിക്കുക. വീട്ടുകാര് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എപ്പോഴും പഠിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാതെ ഇപ്പോ നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ബയോളജി ആയാലും എല്ലാം നന്നായി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പ്രവേശിക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ എളുപ്പമാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുക. അപ്പോൾ അതുമൂലം നിങ്ങൾക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ നല്ല എളുപ്പത്തിൽ തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓരോ ആളുകളും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു. ആ ആഗ്രഹങ്ങളൊക്കെ പൂവണിയണമെങ്കിൽ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ആകണമെങ്കിൽ സബ്ജക്ട് ഡെപ്ത് കേട്ടോ. ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് സബ്ജക്ട് ഡെപ്ത് എന്ന് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് പല കുട്ടികളും ഇപ്പോ ഫിസിക്സിലൊക്കെ പ്രോബ്ലം ഒക്കെ എൻട്രൻസിനൊക്കെ പോകുമ്പോൾ പറയുന്ന കേൾക്കാറുണ്ട്. ഞങ്ങള് ഇത്രയും ഇത്രയും ഇതുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ തുടക്കം മുതൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തതിനെ പ്രോബ്ലം ചെയ്യാനൊക്കെ ഈ മെഡിസിന് പോണ പിള്ളേരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. റിപ്പീറ്റിലൊക്കെ പോകുമ്പോൾ പറയണ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫിസിക്സിലെ പ്രോബ്ലം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സങ്കടത്തോടു കൂടിയാ പറയുന്നത്. ഈ +1 +2 ക്ലാസ്സിലെ ഒരു കുറച്ചും കൂടി വലുതായി അല്ലെ. നമ്മള് ഇവിടെ എത്തുമ്പോൾ ഒരു 10-17 വയസ്സ് കഴിയും. 18 വയസ്സിന്റെ അടുത്താവുമ്പോ കുറച്ചുകൂടി ബോധം നമുക്ക് കൂടും. അപ്പോ അവർ പറയുന്നതാണ്, ആരും പറഞ്ഞു തരാനുണ്ടായില്ല, ആ സമയത്ത് ആരും പറഞ്ഞു തരാനുണ്ടായില്ല, ഇങ്ങനെയൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ NCERT ടെക്സ്റ്റ് ബുക്കിന് വളരെയധികം ഈ +1 +2 ക്ലാസ്സിൽ കൊടുക്കണം. SCERT അല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്.
ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് ഈ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒക്കെ എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വരുന്നത്. NCERT പക്ക NCERT ആണ്. അത് കൃത്യമായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ചാപ്റ്റർ വായിക്കുമ്പോൾ ഒരു സോഷ്യൽ വായിക്കുന്ന പോലുള്ള ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. ഒരു സോഷ്യൽ സയൻസ് വായിക്കുമ്പോൾ ഇപ്പൊ ടിപ്പു സുൽത്താൻ മൈസൂർ യുദ്ധം വിവരിച്ചു വെച്ചേക്കണ പോലെ അത്ര രസകരമായിരിക്കില്ല ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്നത് അല്ലേ. അപ്പോ അതൊക്കെ നിങ്ങൾ റീഡ് ചെയ്യണം. ശരിക്കും ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണം. പറയാനുണ്ടാവുന്ന കാരണം നിങ്ങൾ തുടക്കക്കാരാണ്. ഈ തുടക്കക്കാർക്ക് തുടക്കം നന്നായാലുണ്ടല്ല അവസാനം നമുക്ക് ഗംഭീരാക്കാൻ പറ്റും. അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കഴിഞ്ഞു പോയ ചാപ്റ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് മറിച്ചു നോക്കാം. ചില ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. ഒട്ടും പേടിക്കണ്ട, ചുമ്മാ വായിക്കാം. 1-2-3 പ്രാവശ്യം റീഡ് ചെയ്യാം. അപ്പൊ അതിനുള്ള സമയം ഇപ്പൊ ഉണ്ട്, പിന്നീട് കിട്ടണമെന്നില്ല. അപ്പൊ അതൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്താം. അപ്പൊ നല്ല രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. നിങ്ങൾ ആ പ്ലാൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്ലാൻ എ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ പ്ലാൻ എ ആണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് മെഡിസിൻ പോകുന്ന ആളുകള്. അപ്പൊ അത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തകളും വേണ്ട. നിങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാൻ പോകരുത്. പല അഭിപ്രായം കിട്ടും. അതായത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കുഴപ്പം എങ്ങനെയുണ്ട് മെഡിസിന് പോയ മെഡിസിന് പോയിട്ടും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മള്. അപ്പൊ ആണോ എന്നാ പ്ലാൻ ബി മാറ്റാം. അങ്ങനെ മാറ്റരുത്. നിങ്ങൾ എന്തിനാണോ അത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ അതിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിൽ തന്നെ പോകാം. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ മാറരുത്. അവർക്ക് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടാകണമെന്നില്ല. അവിടെയാണ് ആ പോയിന്റ്. നമ്മൾ ഈ പഠന കാര്യത്തില് ഇനി ട്രിഗണോമെട്രി എങ്ങനെയുണ്ട്, വേറെ ഒരു കസിൻ പറയൂ ട്രിഗണോമെട്രി ഭയങ്കര പാടാട്ടോ, ഒരു രക്ഷയില്ല, നാളത്തെ ഫോർമുല. അയാൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ ആരോടൊന്നും ചോദിക്കണ്ട. നമ്മൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ഇപ്പോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോ നമ്മൾ തുടക്കം സംസാരിച്ചു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. അപ്പൊ അവര് തന്നെ ഇപ്പൊ തന്നെ ഉറപ്പിക്കുക, കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കണമെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുക, ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചിന്തയുണ്ടാവും. ഈ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ +1 +2 എന്നൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറയാൻ ചില കുട്ടികൾക്ക് ഒരു പ്രയാസമാണ്. ചില ആൾക്കാർ ഇപ്പോ ആരും കുറ്റമല്ല, നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. അല്ലെ, ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നില്ല, ഞാൻ എയ്ഡഡ് സ്കൂളിലാണ് പോകുന്നത്, ഞാൻ CBSE സ്കൂളിലാണ് പോകുന്നത്. നിങ്ങൾ ഏത് സിലബസിൽ ISCയിലാണ് പഠിക്കുന്നത്, നിങ്ങൾ ഏത് സിലബസിലാണ് പഠിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ഹയർ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹയർ ക്ലാസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോ ഒരു ബിടെക് പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എത്തിപ്പെടേണ്ടത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായിരിക്കണം. എന്തായിരിക്കും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? എഞ്ചിനീയർ ആകാൻ പോകുന്ന കുട്ടികളോടാണ് പറയുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഇഷ്ടം പോലെ സെൽഫ് ഫിനാൻസിങ് കോളേജ്, വമ്പൻ സെറ്റപ്പ് ഉള്ള ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെങ്കിലും നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു അവയർനെസ്, അറിവ് ഒരിക്കലും സെൽഫ് ഫിനാൻസിങ് പോലുള്ള സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ക്യാമ്പസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ക്യാമ്പസ് സെലക്ഷൻ. ഈ ക്യാമ്പസ് സെലക്ഷൻ കൂടുതലും വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെയാണ്. അതുമൂലം നമ്മുടെ ഫ്യൂച്ചർ അങ്ങ് സേഫ്. ഇപ്പോ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു പുതിയ ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കോഴ്സ്. കേരളത്തില് 4 സ്ഥലത്തുള്ളൂ. ഇപ്പോ കേരളത്തിൽ 4 സ്ഥലത്തുള്ളൂ എന്ന് പറയുന്നത്, ഒന്ന് ശ്രീ ചിത്തിര തിരുനാൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ കുസാറ്റ്, പിന്നെ രാജഗിരി, അമൃത. അപ്പൊ ആ കോഴ്സ് കുറെ ആൾക്കാർ ആ കോഴ്സിന്റെ പുറകെ പോവാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് 60 സീറ്റ് വെച്ചിട്ടാണ് എല്ലാവരും. അപ്പൊ അതിന് തന്നെ പോകണമെന്നില്ല. ആ കോഴ്സ് തന്നെ ഇപ്പൊ സാധാരണ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ബിടെക് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മന്തിന്റെ കോഴ്സ് ചെയ്യാവുന്ന കോഴ്സ് ഉള്ളൂ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ഇപ്പൊ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോ എന്റെ ഒരു ബന്ധു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്കും കൺഫ്യൂസ്ഡ് ആണ്, ഇതെന്താണ് സംഭവം, കോഴ്സ് എന്താണെന്ന്. അപ്പൊ നമ്മൾ വിശദമായിട്ട് പല ആളുകളോട് ചോദിച്ചു, ഇതിനോട് അറിവുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതിന് ശേഷം 6 മാസത്തെ ഒരു ഡിപ്ലോമ കഴിഞ്ഞാൽ മതി, ജോലി സാധ്യത കൂടുതൽ തന്നെ. അപ്പൊ നമ്മളുടെ ലൈഫ് ഡിസൈൻ ചെയ്യാനായിട്ട്
നമ്മൾ അറിവുള്ള ആളുകളോട് നമ്മുടെ അറിവില്ലായ്മ ഷെയർ ചെയ്യണം. അപ്പൊ അവർ നമ്മളോട് പറഞ്ഞു തരും ഇങ്ങനെ പോയാലാണ് ആ റൂട്ട് കറക്റ്റ്. ആ പയ്യൻ കയറി ആർട്ടിഫിഷ്യൽ, എന്റെ ചേച്ചിയുടെ മകനാണ്, അവൻ കയറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇപ്പോ പോയി പഠിക്കുകയാണെങ്കിൽ അവന് ഫ്യൂച്ചർ ഒരു പക്ഷെ അവിടെ ബ്ലോക്ക് ആവും. ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയണേ. അവൻ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും കമ്പ്യൂട്ടർ സയൻസുകളില്ല, അല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ +1 +2 എന്ന് പറയുന്ന ഒരു തമാശ നിറഞ്ഞ ഒരു കോഴ്സ് അല്ല. നമ്മളുടെ ഈ ലൈഫ് എങ്ങനെ പോകുമെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് +1 +2. അപ്പോ നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇന്നതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടില്ല, ഇപ്പൊ എല്ലാ അറിവും നമുക്ക് ഉണ്ടാവണമെന്നില്ല. എനിക്ക് എല്ലാ അറിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ്, ഞാനത് എനിക്ക് അറിയാവുന്ന അവർക്ക് പറയാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മളുടെ ഓഫീസിലുള്ള ആരും പറഞ്ഞു. അപ്പൊ എല്ലാവരും അറിവുള്ള ആൾക്കാരല്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്ത് പോയാലാണ് നമുക്ക് നല്ല ഒരു നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു നല്ല നിലയിൽ എത്തണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കും. അപ്പോ അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. മറ്റുള്ളവരോട് ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ കോഴ്സ് എങ്ങനെയാണ്, ഈ കോഴ്സ് എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു ഡിസിഷൻ പക്ഷെ ഗവൺമെന്റ് എന്നുള്ള ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റാ. മെഡിസിൻ ചുമ്മാ പോയിട്ട് ഇപ്പോ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് A+ ആയിരിക്കും, എല്ലാ വിഷയത്തിലും A+ ആയിരിക്കും, 1ാം റാങ്കുകാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ മെഡിസിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിനാണ് നമ്മൾ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻസ് ആണ്. 120 ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സ്. ശരിക്കും പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, ഇപ്പൊ പവിത്ര KP എന്നോട് പറഞ്ഞത് ബിടെക് ആണ് പവിത്രയുടെ ലക്ഷ്യം അല്ലെ? പവിത്ര എന്നോട് പറഞ്ഞായിരുന്നു. പവിത്ര KP ഇല്ലേ? ഏത് ബ്രാഞ്ചാണ് നമ്മൾ പറഞ്ഞതെന്ന് പവിത്ര? സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് മോള് പഠിക്കുമ്പോൾ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ CET പോലുള്ള സ്ഥലം സെലക്ട് ചെയ്യണം. കേരളത്തിലെ നാലാമത്തെ കോളേജാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. അല്ലെങ്കിൽ നമ്മൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം നമ്പർ 1 സെലക്ട് ചെയ്യണം. അവിടെയൊക്കെയാണ് നമ്മൾ സിവിൽ പഠിച്ചിറങ്ങണമെങ്കിൽ കളി മൊത്തം മാറും. ഇതിനൊക്കെ പ്ലാനിങ് വേണം, അല്ലാതെ നമ്മള് ചുമ്മാ ഒരു കോളേജിൽ പോയി ചേർന്നിട്ട് കാര്യം. അപ്പൊ പ്ലാനിങ് വേണം, പ്രിപ്പറേഷൻ വേണം. 120 ചോദ്യം മാത്തമാറ്റിക്സിന്റെ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ +1 +2 എനിക്ക് മാത്തമാറ്റിക്സിന് ഫുൾ മാർക്ക് 100ൽ 100. എനിക്ക് 120 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രിപ്പറേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ലഭ്യമാകുന്ന റാങ്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. റാങ്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ അതിലേക്കൊക്കെ എത്തും. നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഈ എൻട്രൻസിന്റെ പരിശീലനത്തിലേക്കൊക്കെ നമ്മൾ എത്തും. അപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോഴും എനിക്ക് പറയാനുള്ള കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. സമയക്കുറവാണ് പ്രശ്നം. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് മടുത്തേക്കുന്നതാണ്. ഞങ്ങൾക്ക് ഭാരമാണ്, എൻട്രൻസിന്റെ പഠിക്കാൻ പറ്റുന്നില്ല, സ്കൂളിലെ പഠിക്കണം, ഇവിടത്തെ പഠിക്കണം, ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരൊന്നും ജീവിതത്തിൽ മുന്നോട്ട് കുതിച്ചു കയറില്ല. കാരണം എന്താണ്? ജീവിതത്തിൽ മുന്നോട്ട് കുതിച്ചു കയറണമെങ്കിൽ ഒരുപാട് ഭാരം ചുമന്നേ പറ്റും. അപ്പോ നിങ്ങൾ തുടക്കമാണ്. ആ തുടക്കക്കാര് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചാൽ, മറ്റേ പറഞ്ഞില്ലേ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിച്ച സിനിമ, അതൊക്കെ ഒരു ഡയലോഗ് ഉണ്ട് സിനിമയിൽ. നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും നേഴ്സ് ആവരുത്. നേഴ്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നതല്ല, ഞാൻ പോസിറ്റീവായിട്ട് പറയുന്നതാണ്. ഞാൻ നേഴ്സ് മോശമാണെന്ന് പറയുന്നില്ല. ഡോക്ടർ ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടർ തന്നെ ആവണം, നേഴ്സ് ആവരുത്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒറ്റ ചാൻസേ ഉള്ളൂ. ഒറ്റ ചാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രായം ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോ ആ പ്രായത്തിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. അപ്പോ നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് കോഴ്സ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളും പഠനകരമായിട്ടുള്ള മറ്റു സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓഫീസിലേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്ന് ഈ ദിവസം ചെലവഴിക്കാം. നാളെ നിങ്ങൾക്ക് ഫിസിക്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഫിസിക്സിന്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. Yes, sir. Okay, sir.
sir. Thank you.